അത് തിരക്കഥയാണ്. ഇത് യഥാർത്ഥത്തിൽ കുറ്റപത്രമല്ല, ഇത് ഇ ഡി തയ്യാറാക്കിയ ഒരു തിരക്കഥയാണ്. ഇ ഡിയുടെ രാഷ്ട്രീയ നാടകത്തിന്റെ തിരക്കഥയാണ് ഈ രൂപത്തിൽ ഇപ്പോൾ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അവരുടെ രാഷ്ട്രീയം, ഇ ഡിക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ടല്ലേ ഇന്ത്യയുടെ സുപ്രീം കോടതി കഴിഞ്ഞ ആഴ്ച ഒരാഴ്ച മുമ്പല്ലേ ചോദിച്ചത്, നിങ്ങൾ ഇന്ത്യയുടെ ഫെഡറലിസത്തെ അംഗീകരിക്കുന്നുണ്ടോ? ഫെഡറലിസത്തിനെതിരല്ലേ ഇത്? ഞങ്ങളല്ലല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊതുയോഗം നടത്തിയിട്ടല്ലോ ഇ ഡിക്കെതിരായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇ ഡിയുടെ കള്ളത്തിരക്കഥകൾ കണ്ടാൽ ഭയക്കുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ. ഇ ഡിയെ മറയാക്കി CPIM-നെതിരെ തിരക്കഥ മെനയുന്ന മോദി സർക്കാരിനെതിരെ തൃശൂരിൽ CPIM സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിൽ കനത്ത മഴയെയും അവഗണിച്ച് ആയിരക്കണക്കിന് പ്രവർത്തകരാണ് അണിനിരന്നത്. CPIM എന്ന പാർട്ടിയെ തന്നെ പ്രതിയാക്കി കേന്ദ്ര താൽപ്പര്യത്തിന് തുള്ളുന്ന ഇ ഡിയോട് CPIM പറയുന്നത് ഇതാണ്: ജയിലിനെ പേടിച്ച് കൊടി താഴെ വെച്ചവരുടെ പാർട്ടിയല്ല, കള്ളക്കേസുകൾ കണ്ടാൽ ഭയക്കുന്നവരുമല്ല. കൈക്കൂലി കേസിൽ ഇ ഡി ഉദ്യോഗസ്ഥരെ പിടികൂടിയത് കേരളത്തിലെ വിജിലൻസാണ്. കേരളത്തിലെ പോലെ രാഷ്ട്രീയം കളിക്കാൻ തമിഴ്നാട്ടിലേക്ക് ഇറങ്ങിയ ഇ ഡിയെ കൈകാര്യം ചെയ്തത് സുപ്രീം കോടതിയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലാക്കാക്കി തുടങ്ങിയതാണ് കേരളത്തിലെ CPIM-നെതിരായ ഇ ഡിയുടെ വഴിവിട്ട നീക്കങ്ങൾ. അതെല്ലാം പാളി. പുതിയ കളികൾ പുറത്തെടുക്കുമ്പോൾ അവയെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുന്നു. കേരളത്തിലെ CPIM-ഉം തമിഴ്നാട്ടിലെ DMK-യും പറയുന്നു, ഇ ഡിയെയും ഭയമില്ല, മോദിയെയും ഭയമില്ല. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ, CPIM; റോണി കെ. ബേബി, കോൺഗ്രസ്; അഡ്വക്കേറ്റ് പി. കൃഷ്ണദാസ്, BJP; KJ ജേക്കബ്, മാധ്യമപ്രവർത്തകൻ. ഞാൻ ആദ്യം CPIM പ്രതിനിധി ശ്രീ അരുണിലേക്ക്. അരുൺ, ഇന്ന് CPIM-ൻ്റെ ശക്തമായ സമരമാണ് തൃശ്ശൂരിൽ ഉണ്ടായത്. CPIM തന്നെ പ്രതിയായി കുറ്റപത്രം നൽകി കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി അങ്ങനെ നീങ്ങുന്ന ഒരു സമയത്താണ് വളരെ ശക്തമായൊരു പ്രതിഷേധ പരിപാടി, മാർച്ചും ധർണയും CPIM സംഘടിപ്പിച്ചത്. സാധാരണ ഇത്തരം വിഷയങ്ങളിൽ നിയമപരമായി നേരിടുന്നതിനോടൊപ്പം രാഷ്ട്രീയമായും ഇതിനെ നേരിടും എന്നാണ് സ്വാഭാവികമായി ഇന്നത്തെ ഈ പരിപാടിയിലൂടെ, ഈ രാഷ്ട്രീയ പരിപാടിയിലൂടെ CPIM വിശദീകരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട അടക്കം CPIM-നെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ ശ്രമിക്കുമ്പോൾ ജനങ്ങളോട് വിശദീകരിക്കാൻ CPIM ശ്രമിച്ചിട്ടുള്ളത്? ശരതേ, കഴിഞ്ഞ 8-9 വർഷമായി കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രവർത്തനമെടുത്ത് പരിശോധിച്ചാൽ, ഒന്ന്, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യുക, അതോടൊപ്പം തന്നെ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് BJP ഇതര സംസ്ഥാനങ്ങളിലെ ഭരണത്തിൽ നിരന്തര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, അതുപോലെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കുക, അതോടൊപ്പം തന്നെ BJP ഇതര സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ഫെഡറലിസത്തിന്റെ ഭാഗമായി എല്ലാ തരത്തിലുള്ള വിഹിതം വെട്ടിക്കുറച്ച് ആ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അടിത്തറ തകർക്കുക എന്ന 3 നയമാണ് സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന BJP നേതൃത്വം കൊടുക്കുന്ന NDA സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടുത്ത കാലത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന്റെ ഭാഗമായി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളെ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം തന്നെ വളരെ തെറ്റാണ്, അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കുറിച്ച് അടുത്ത കാലത്ത് വന്ന നിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങളുണ്ട്. അധികാര ദുർവിനിയോഗമാണ്, ഭരണഘടനയെ ബഹുമാനിക്കുന്നില്ല, അറസ്റ്റ് ചെയ്യുമ്പോൾ വേണ്ടത്ര മാനദണ്ഡം പാലിക്കുന്നില്ല, അൺകണ്ടീഷണലായിട്ട് വിചാരണ നീണ്ടുപോകുന്നു, ഫെയർ ട്രയൽ എന്നുള്ളത് ഓരോ പ്രതികളുടെയും അവകാശമാണ്, അവസാനം കൺവിക്ഷൻ റേറ്റ്, മറ്റു കാര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള രാഷ്ട്രീയം കളിയിൽ സുപ്രീം കോടതി തന്നെ സുപ്രധാനമായിട്ടുള്ള വിധിന്യായത്തിലൂടെ ബില്ലുകൾക്ക് മേൽ അടയിരിക്കുന്നവരായി മാറരുത് ഗവർണർമാർ, അതുപോലെ അതിന് സമയപരിധി നിശ്ചയിച്ചു. അതുപോലെ തന്നെ ഗവർണർമാർ മന്ത്രിസഭയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കേണ്ടവരാണ് എന്നുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിധിന്യായമെല്ലാം പുറത്തു വന്ന് നമ്മുടെ മുന്നിലുണ്ട്. സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്ന നയത്തിലും പല രൂപത്തിൽ കോടതിയുടെ ഇടപെടൽ വന്നു. ഏറ്റവും അവസാനം അത് ഭരണഘടനാ ബെഞ്ചിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ എടുത്തു നോക്കിയാൽ കഴിഞ്ഞ 8-9 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ, കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഇടപെടൽ, ആ ഇടപെടലിന്റെ ഭാഗമായിട്ട് മാധ്യമ പ്രവർത്തകർക്ക് വാർത്ത
വാർത്തകൾ ചോർത്തിക്കൊടുക്കൽ, മാധ്യമപ്രവർത്തകർക്ക് കഥകൾ മെനയാനുള്ള അവസരം കൊടുക്കൽ, പൊലിപ്പിച്ച് പല വിഷയങ്ങളും അവതരണം, അവസാനം അന്വേഷണ ഏജൻസി ഇടയ്ക്ക് വെച്ച് അന്വേഷണം നിർത്തിപ്പോകേണ്ടി വരുന്ന സാഹചര്യം, ഒരു തുമ്പുമില്ലാതെ പല കേസുകളും വഴിക്ക് വെച്ച് ഉപേക്ഷിച്ച് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിൽ പ്രോസസ് ഇസ് ദ പണിഷ്മെന്റ് എന്ന രൂപത്തിൽ ഈ അന്വേഷണം എന്ന പ്രഹസനം നടക്കുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന കള്ളക്കഥകളും കള്ളവാർത്തകളും വ്യാജ ആരോപണങ്ങളും അതുപോലെ തന്നെയുള്ള അറസ്റ്റുകളും എല്ലാം ചോദ്യം ചെയ്യൽ എന്ന രൂപത്തിൽ വിളിച്ചു വരുത്തി മണിക്കൂറുകൾ, ദിവസങ്ങളോളം ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന വാർത്തകളും എല്ലാം പുറത്തു വന്നു. ഇത് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള പ്രോസസ് ഈസ് പണിഷ്മെന്റ് എന്ന രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കരിവണ്ണൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യ കുറ്റപത്രം കൊടുത്തു. അതിൽ പ്രധാനപ്പെട്ട CPM നേതാക്കന്മാരൊന്നുമില്ല. അതിനുശേഷം നമുക്കറിയാം ഇവിടെ പല ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് വിജിലൻസ് തന്നെ കേസെടുത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ അടക്കമുള്ള EDയുടെ പ്രധാനപ്പെട്ട ഓഫീസർമാർ ഒരു വലിയ അഴിമതി കേസിൽ പ്രതിപട്ടികയിൽ വരുന്ന സാഹചര്യമുണ്ടായി. 3 പേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. 1-ാം പ്രതിയുടെ ജാമ്യാപേക്ഷ, അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടുള്ള ശേഖർ കുമാറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ പെൻഡിംഗ് ആണ്. ഈ ഒരു സാഹചര്യത്തിൽ തങ്ങൾക്കുണ്ടായിട്ടുള്ള അപമാനവും കൃത്യമായിട്ടുള്ള തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഭാവിയിൽ വരാൻ പോകുന്ന പ്രോസിക്യൂഷന്റെ ഭാഗമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഫലങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് ധൃതി പിടിച്ച് കരിവണ്ണൂർ ബാങ്കിന്റെ 2-ാം കുറ്റപത്രം കൊടുക്കുന്നു. ആ കുറ്റപത്രത്തിൽ CPMന്റെ മുൻ ജില്ലാ സെക്രട്ടറിമാരടക്കം പ്രതികളാകുന്നു. അത്തരത്തിൽ വലിയ തരത്തിൽ അവർ നടത്തിയ അന്വേഷണത്തിന്റെ ഒരു കണ്ടെത്തൽ എന്ന രൂപത്തിൽ കുറ്റപത്രം സമർപ്പിക്കുകയാണ്. ഏതെങ്കിലും ഒരു തെളിവിന്റെ കണിക പോലും ഈ നേതാക്കന്മാർക്കെതിരെ ഇല്ല എന്ന് നമുക്കറിയാം. കരിവണ്ണൂർ ബാങ്ക് ആണെങ്കിൽ ഇപ്പോൾ കൃത്യമായി ആ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ നേതൃത്വം കൊടുത്തത് സംസ്ഥാനത്തെ ക്രൈംബ്രാഞ്ചാണ്. 27 കേസുകൾ രജിസ്റ്റർ ചെയ്ത് അതിന്റെ അന്വേഷണം നടക്കുമ്പോഴാണ് ED വരുന്നത്. അതുപോലെ ബാങ്കിന്റെ പുനരുദ്ധാരണവും അതുപോലെ തന്നെ നിക്ഷേപകരുടെ എല്ലാ തരത്തിലുള്ള സംരക്ഷണവും ഗവൺമെന്റ് തന്നെ ഏറ്റെടുത്ത് ആ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്നു. അതുപോലെ കേരള കോഓപ്പറേറ്റീവ് ആൻഡ് വെൽഫെയർ ഫണ്ട് ബോർഡിൽ നിന്ന് 10 കോടി രൂപ കൊടുത്ത് ആ ബാങ്കിനെ പഴയ പ്രതാപകാലത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഗവൺമെന്റ് നടന്നു. പ്രാഥമിക സഹകരണ സംഘങ്ങളെല്ലാം കരിവണ്ണൂർ ബാങ്കിൽ നിക്ഷേപം നടത്തി. അത്തരത്തിൽ 31 കോടി രൂപയുടെ നിക്ഷേപം അടുത്ത കാലത്ത് ഉണ്ടാക്കി. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ച് അതിൽ 50% പലിശ ഇളവ് കൊടുത്ത് ലോൺ എടുത്ത് അത് തിരിച്ചടയ്ക്കാത്ത പലരുടെയും ഒറ്റത്തവണ തീർപ്പാക്കലിന്റെ ഭാഗമായിട്ട് ആ ലോൺ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ തരത്തിലുള്ള സാഹചര്യം ഒരുക്കി. അതിന്റെ ഭാഗമായി നിരവധി വരുമാനം ബാങ്കിലേക്ക് തിരിച്ചു വന്നു. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി ആ ബാങ്ക് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വായ്പ തിരിച്ചടയ്ക്കാത്തവരെ നേരിൽ പോയി കണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി നല്ല മാതൃകാപരമായിട്ട് പ്രവർത്തനം നടത്തി. അതിന്റെ ഭാഗമായിട്ട് നിരവധി പണം, കിട്ടാതിരുന്ന പണം തിരിച്ചു വന്നു. നിക്ഷേപങ്ങളും വലിയ രൂപത്തിൽ അവിടെ മെച്ചപ്പെട്ടു വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അവിടെ കരിവണ്ണൂർ ബാങ്കിനെ നിലവിലുള്ള സാഹചര്യത്തിൽ നിന്നെല്ലാം മെച്ചപ്പെടുത്തി കൊണ്ടുവരാനും ആ കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ ഭാഗമായി 27 കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള ധൃതി പിടിച്ചുള്ള നീക്കം നടക്കുമ്പോഴാണ് ED അത് കണ്ടെത്തി ഇത് കണ്ടെത്തി എന്ന രൂപത്തിൽ ചില പ്രധാനപ്പെട്ട പ്രതികളെ മാപ്പ് സാക്ഷിയാക്കി ഒരു അനുബന്ധ കുറ്റപത്രം എന്ന രൂപത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് CPMന്റെ നേതാക്കന്മാരെ തന്ത്രപൂർവ്വം പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുവാനും EDക്കെതിരെ വിജിലൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തെ ദുർബലപ്പെടുത്താനും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പല സംസ്ഥാനങ്ങളിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കളിക്കെതിരെ അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന CPMനെയും ഇടതുപക്ഷത്തെയും അപകീർത്തിപ്പെടുത്താനും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ഒരു നമ്പർ മാത്രമാണ് ഇതെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ നമ്പറിന്റെ മുന്നിൽ തലതാഴ്ത്തില്ല, ഭയപ്പെടില്ല, പേടിക്കില്ല. അതിശക്തമായിട്ടുള്ള നിയമപരമായും രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടം തുടരും. ഇപ്പൊ തോമസ് ഐസക്കിനെതിരെ ED സമൻസ് കൊടുത്തിട്ട് എന്താണ് ആ സമൻസ് അയക്കാനുള്ള കാരണം എന്ന് ചോദിച്ച് 2 കൊല്ലമായി. ഇതുവരെ ആ കാരണം എന്തെന്ന് പോലും EDക്ക് കണ്ടെത്താൻ കഴിയാത്ത ദുരനുഭവം ഈ കേരളത്തിലെ EDയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസി എല്ലാം പച്ചയായിട്ടുള്ള രാഷ്ട്രീയമാണ് കളിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താനും സംസ്ഥാന ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയെയും പാർട്ടിയെയും പാർട്ടിയുടെ നേതാക്കന്മാരെയും തെരഞ്ഞു പിടിച്ച് ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ശക്തമായി ചെറുക്കും. അതിന്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടമാണ് ഇന്ന് തൃശ്ശൂർ നടന്നത്. പ്രതികൂല കാലാവസ്ഥയിലും ആയിരക്കണക്കിന് ആളുകൾ അണിനിരന്നുകൊണ്ട് ED കാണിക്കുന്ന ഈ തരത്തിലുള്ള വിരട്ടലും വിലപേശലൊന്നും ഈ പാർട്ടിയോടും അതിന്റെ നേതാക്കന്മാരോടും വേണ്ട എന്ന് പ്രഖ്യാപിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള പ്രക്ഷോഭം നടന്നു. അതുകൊണ്ട് ഈ EDയുടെ രാഷ്ട്രീയ കളിയെ തുറന്നു കാണിക്കും. അതോടൊപ്പം തന്നെ ED നടത്തിക്കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള കള്ളക്കളികൾ, പ്രത്യേകിച്ച് തന്നെ സെലക്ടീവ് പ്രോസിക്യൂഷൻ നടത്തി അത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ തരത്തിലുള്ള തട്ടിപ്പുകളെ പുറത്തു കൊണ്ടുവരും. അതിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം ശക്തിപ്പെടും, തുടർച്ചയായിട്ടുള്ള ഇടപെടലും ശക്തിപ്പെടുത്തും എന്നതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ശ്രീ കൃഷ്ണദാസ്, ഇത് കേരളമാണ്. ഈ കേരളത്തിൽ EDയുടെ ഇമാതിരി വിരട്ടലും വിലപേശലും ഒന്നും വേണ്ട. കൈക്കൂലി കേസിൽ പോലും വളരെ പ്രധാനപ്പെട്ട അസിസ്റ്റന്റ് ഡയറക്ടർ അടക്കം പ്രതിയായി നിൽക്കുന്ന സാഹചര്യം വരികയാണ്. തമിഴ്നാട്ടിലേക്ക് പോയാൽ സുപ്രീം കോടതി അതിനിശ്ചിതമായിട്ടാണ് EDയെ വിമർശിച്ചിട്ടുള്ളത്. മാത്രമല്ല നടപടികളൊക്കെ സ്റ്റേ ചെയ്യുന്ന നിലയുണ്ട്. അപ്പോൾ നിയമപരമായിട്ടായാലും ജനങ്ങളുടെ മുമ്പിലായാലും ഇത്രമേൽ സംശയാസ്പദമായ
ആധാരമായി നിൽക്കുന്ന മറ്റൊരു കേന്ദ്ര ഏജൻസി ഉണ്ടോ എന്ന് ഒരു സംശയമില്ലാത്ത വിധം ആളുകൾക്ക് തോന്നും. പക്ഷേ നിങ്ങളത് എന്നാൽ BJP-ക്കാർ സംശയത്തിൻ്റെ നിഴലിൽ വരുന്ന കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് വരുന്ന സാഹചര്യം വരുന്ന കേസുകളിലൊക്കെ സംരക്ഷകരായി മാറുന്ന ED ഈ കേരളത്തിൽ തന്നെ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം നോക്കി വിരട്ടാനും വിലപേശാനും ഇറങ്ങിത്തിരിച്ചാൽ ആ ED വകവെച്ചു കൊടുക്കുന്ന നാടല്ല കേരളം എന്ന് കേരളത്തിലെ ഏറ്റവും ശക്തമായ പാർട്ടി തന്നെയാണ് രാഷ്ട്രീയമായി ED-യോടും ആ ED നയിക്കുന്ന മോദിയോടും അതിനെ നയിക്കുന്ന BJP-യോടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കൃഷ്ണദാസ്, സ്ഥലത്ത് നമുക്ക് ഒരു അന്വേഷണ ഏജൻസിയുടെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസി കണ്ടെത്തുന്ന നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് രാഷ്ട്രീയപരമായി കാണാൻ വേണ്ടി കഴിയുക? ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന കരുവന്നൂരിലെ ED-യുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ ആരാണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത്? 2021 ജൂലൈ മാസം 14-ാം തീയതി ആദ്യം കേസ് രജിസ്റ്റർ ചെയ്ത് കേരളത്തിലെ ഇരിങ്ങാലക്കുട പോലീസാണ്. അതിനുശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 180 കോടി രൂപയോളം വരുന്ന തുകയുടെ വെട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തിയത് ED അല്ലല്ലോ. ED കണ്ടെത്തിയത് 300 കോടി രൂപയുടെ അടുത്തുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പോലീസ് അന്വേഷണം വന്നു, പരാതികൾ വന്നു, ക്രൈംബ്രാഞ്ച് അന്വേഷണം വന്നു, അതിനെ സംബന്ധിച്ച പ്രതികളെ സംബന്ധിച്ചുള്ള ധാരണകൾ വന്നു, തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് പുറത്തു വന്നു, തട്ടിപ്പ് നടത്തിയത് ആരാണ് എന്നുള്ളത് പുറത്തു വന്നു. ഇത്രയൊക്കെ വ്യക്തമായി കേരളത്തിലെ ശ്രീ പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയതിനു ശേഷം അതിൽ PMLA ആക്ട് ഉണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് മാത്രമാണ് ED-ക്ക് അന്വേഷിക്കാനുള്ളത്. അങ്ങനെ PMLA ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ED അന്വേഷണം നടത്തിയിട്ടുള്ളത്. അതിൽ പണം വെട്ടിക്കപ്പെട്ടിട്ടുണ്ടോ, അതിൽ സാധാരണക്കാർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെ നഷ്ടപ്പെട്ട ആളുകൾക്ക് പരാതി ഉണ്ടോ, ഇതെല്ലാം പോലീസിന്റെ മുൻപിലില്ലേ, കേരള പോലീസിന്റെ മുൻപിൽ. എന്തിനാ പിന്നെ അവർ അന്വേഷിച്ച് ക്രൈം രജിസ്റ്റർ ചെയ്തത്? എന്തിനാ പിന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് രേഖകളെല്ലാം പിടിച്ചെടുത്ത് ഇതിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്? അപ്പൊ സ്വാഭാവികമായും ഇതിലെ ആദ്യത്തെ കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ളത് മാത്രമാണ് ED-യെ സംബന്ധിച്ചുള്ളത്. എന്തുകൊണ്ടാണ് ബാക്കിയുള്ള കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കാത്തത്? എന്താണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ അന്വേഷണം പൂർത്തിയാകാത്തത്? എവിടെയാണ് തടസ്സം നിൽക്കുന്നത്? BJP ആണോ ബാങ്ക് ഭരിക്കുന്നത്? ED തന്നെയാണ്. മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണോ ബാങ്ക് ഭരിക്കുന്നത്? അല്ലല്ലോ. ED തന്നെയാണ് തടസ്സം. ആരോപണം ഉന്നയിച്ചത് ED തന്നെയാണ്. BJP-യുമല്ല. ഏതാ? ED തന്നെയാണ്. കാരണം ഈ ബാങ്കിൻ്റെ ഈ വായ്പകളുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും എടുത്തുകൊണ്ടുപോയി. ബാങ്കിൻ്റെ പുനഃസംഘാടനം സാധ്യമാകാതെ വന്നു. ഒടുവിൽ ഹൈക്കോടതിയിൽ തന്നെ പോയി കേസ് നടത്തി എടുക്കേണ്ടി വന്നു. ക്രൈംബ്രാഞ്ച് എന്താണ് ഇതിൽ കള്ളപ്പണത്തിൻ്റെ സാധ്യതയുണ്ടോ, സാന്നിധ്യമുണ്ടോ? ഇതാണല്ലോ PMLA ആക്ട് പ്രകാരം ഈ ED നടത്തുന്നത്. പക്ഷേ ക്രൈംബ്രാഞ്ച് നടത്തുന്ന അതല്ല. ക്രൈംബ്രാഞ്ച് അതിനുമൊക്കെ അപ്പുറം ആ ബാങ്കിൽ നടന്നിട്ടുള്ള ക്രമക്കേടിൻ്റെ, തട്ടിപ്പിൻ്റെ പൂർണ്ണമായ ആഴം, വ്യാപ്തി അത് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് ഈ ബാങ്ക് രേഖകൾ പ്രധാനമാണ്, അതിലെ ആധാരങ്ങൾ പ്രധാനമാണ്. അതിൽ നടത്തിയിട്ടുള്ള ക്രമക്കേടുകൾ കണ്ടെത്തണമെങ്കിൽ ഇതെല്ലാം വേണം. ഇതെല്ലാം എടുത്തുകൊണ്ട് പോയതാരാണ്? ED-യാണ്. എന്നിട്ട് ഹൈക്കോടതി തന്നെ ED-യെ ശാസിച്ച ഡോക്യുമെൻറ്റുകൾ നിങ്ങളുടെ കൈവശം വെക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തോ? കാലതാമസം വരുത്തിയോ? അങ്ങനെയാണ് കാലതാമസം ഉണ്ടായത്. പറഞ്ഞോളൂ. സ്ഥലത്തെ ഒന്നുകിൽ എന്നെ ഞാൻ പറയുന്നിടയ്ക്ക് പൂർത്തിയാക്കാൻ അനുവദിക്കണം. ഇനി അതല്ല അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ ഒരു രാഷ്ട്രീയപരമായ ചോദ്യം ഉണ്ടെങ്കിൽ ചോദ്യമല്ല, രാഷ്ട്രീയമല്ല, ചോദ്യമാണത്. അല്ലെങ്കിൽ എൻ്റെ ഞാൻ ആഡ് ചെയ്തതാണ്, കൂട്ടിച്ചേർത്താണ്. താങ്കൾക്ക് പറയാം ബാക്കി. ശരി. അപ്പൊ ഞാനൊരു ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുജനത്തിന്റെ ജനശ്രദ്ധയിലുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചതേ ഉള്ളൂ. ഇത് നിങ്ങളുടെ രാഷ്ട്രീയം ചേർക്കുന്നതിൽ എനിക്ക് തെറ്റൊന്നും കാണാൻ വേണ്ടി കഴിയില്ല. എന്റെ രാഷ്ട്രീയമല്ല, ഞാനൊരു കോടതി നടപടിക്രമമാണ് ശ്രീ കൃഷ്ണദാസ് സൂചിപ്പിച്ചത്. താങ്കൾക്ക് അതിനോട് ചലഞ്ച് ചെയ്യാം, തർക്കിക്കാം. ഇത് കേരളത്തിലെ ഹൈക്കോടതിയിൽ നടന്ന കാര്യമല്ലേ? ഞാനത് മാത്രമേ സൂചിപ്പിച്ചുള്ളൂ. അല്ല, ഞാൻ അങ്ങനെ തർക്കിക്കാൻ പറ്റുന്ന ഒരു വസ്തുതാവിരുദ്ധമായ കാര്യം പറഞ്ഞില്ലല്ലോ. അല്ല, താങ്കൾ ഒരു ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് എന്ന രീതിയിൽ ഒരു ചോദ്യം ചോദിച്ച് ഇങ്ങനെ നിലനിർത്തി. ഞാൻ അതിൻ്റെ കാരണം എന്ന നിലയിൽ ഒരു വിഷയം അവതരിപ്പിച്ചും വെച്ചു. അതിൽ ED തന്നെയാണ് കാലതാമസം വരുത്തിയത്. ഡോക്യുമെൻറ്റുകൾ എടുത്തുകൊണ്ടുപോയി ഹൈക്കോടതിയിൽ തന്നെ അവസാനം ED-യെ അതിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് തന്നെ മടക്കി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഹൈക്കോടതിയിൽ പോയി അതിനും വേണ്ടി ഞാൻ കേസ് നടത്തേണ്ടി വന്നു. ഞാൻ ആ ഫാക്റ്റാണ് അങ്ങോട്ട് വെച്ചത്. താങ്കൾക്ക് അതിനെ ചലഞ്ച് ചെയ്യാം, എതിർക്കാം. ഞാൻ ചോദിച്ചത് ഒറ്റ കാര്യം മാത്രമാണ്. ED കുറ്റപത്രം സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ ഇപ്പൊ നിങ്ങൾക്ക് പരാതി ഉള്ളത്. അല്ല, അനുബന്ധ കുറ്റപത്രത്തിലാണ് ഇപ്പോൾ വാർത്തയും നമ്മുടെ ചർച്ചയും അനുബന്ധ കുറ്റപത്രമാണ്. അനുബന്ധ കുറ്റപത്രത്തിലാണ് അമിത താല്പര്യമെടുത്ത് ഇപ്പോൾ കേരളത്തിൽ രാജ്യത്താകെ ED-ക്ക് നാണക്കേടാകുന്ന രീതിയിൽ കൈക്കൂലി കേസിൽപ്പെട്ട് മുഖം നഷ്ടപ്പെട്ട് കേരളത്തിലെ ED നിൽക്കുന്നു. തമിഴ്നാട്ടിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് അനുബന്ധ കുറ്റപത്രം ധൃതിയിൽ കൊടുത്ത് വിലപേശാനും വിരട്ടാനും നോക്കുന്നത്. ഇതാണ് പ്രശ്നം. പഴയ കുറ്റപത്രത്തെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. അതിന് വേറെ തന്നെ തർക്കം ആദ്യം വന്നു കഴിഞ്ഞതാണ്. അതല്ല നിങ്ങളുടെ പ്രശ്നം, അതൊന്നുമല്ല ഞാൻ ഉന്നയിച്ച പ്രശ്നം. നിങ്ങളുടെ പ്രശ്നം വേറെയാണ്, ഞാൻ ഉന്നയിച്ച പ്രശ്നം വേറെയാണ്. അന്വേഷണം നടക്കുന്ന കാര്യങ്ങളും വേറെയാണ്. ഞാൻ ചോദിച്ചത് പരാതി കൊടുത്തത് BJP-ക്കാരാണോ
അല്ലല്ലോ. സാർ പരാതി കുറ്റപത്രം കൊടുത്തത് എന്നാണ് അവിടുത്തെ പറഞ്ഞത്. ആ നിക്ഷേപകരാണ്. കുറ്റപത്രത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എനിക്കൊന്നും പറയാനില്ല ശരത്ത്, നിങ്ങൾ ശ്രീ ചർച്ച കൃഷ്ണദാസ്, നടത്തുക. കുറ്റപത്രം എന്നാണ് താങ്കൾ പറഞ്ഞത്. അല്ല, അപ്പോഴാണ് അല്ല, ഞാൻ അല്ല, ആ പറഞ്ഞത് പരിപാടി അനുബന്ധ നടക്കൂല ശരത്ത്. കുറ്റപത്രമാണ് ആ ഒരു ചർച്ചാ പരിപാടി വിഷയം. നടക്കൂല. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അനുബന്ധ വേണമെങ്കിൽ ചർച്ചയ്ക്ക് BJP-കാരൻ വേണമെങ്കിൽ മതി. ശ്രീ കൃഷ്ണദാസ്, താങ്കളെപ്പോലെ ഒരു അഭിഭാഷകൻ കൂടിയ ഒരാളോടല്ലേ ഞാൻ ഈ ചോദിക്കുന്നത്? കുറ്റപത്രമല്ലേ വിഷയം? ഞാൻ പറഞ്ഞു കുറ്റപത്രം മാത്രമല്ല, കുറ്റപത്രത്തിനും അപ്പുറം ഇപ്പോൾ വന്ന അനുബന്ധ കുറ്റപത്രം, അതിലാണ് പുതിയ വിമർശനവും ചർച്ചയും എന്ന് ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്, ഈ കുറ്റപത്രത്തിന് മുൻപ് അന്വേഷണം നടത്തിയ പോലീസ് ഉണ്ടല്ലോ, ഇരിങ്ങാലക്കുട പോലീസ്, അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് ഉണ്ടല്ലോ, അതൊന്നും BJP-യുടെ കൺട്രോളിലല്ലോ. അതൊക്കെ സഖാവ് പിണറായി വിജയന്റെ കൺട്രോളിലുള്ള ആളുകളല്ലേ, അവരല്ലേ അന്വേഷണം നടത്തിയത്. അപ്പൊ കേസ് ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ. അവിടെ അഴിമതി നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത് ED അല്ലല്ലോ. ED നഷ്ടപ്പെട്ട പണം PMLA ആക്ടിന്റെ പരിധിയിൽ വരുമോ എന്ന് മാത്രമല്ലേ അന്വേഷിച്ചിട്ടുള്ളൂ. ഞാനതുകൊണ്ടാണ് ശരത്തെ ചോദിച്ചത്, ആ ബാങ്കിൽ കൃത്രിമം നടന്നില്ല എന്നൊരു കേസ് ഇടതുപക്ഷത്തിനില്ലല്ലോ, ആ ബാങ്കിൽ പരാതിയില്ല എന്നൊരു കേസ് ഇടതുപക്ഷത്തിനില്ലല്ലോ, അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരു കേസ് ഇടതുപക്ഷത്തിനില്ലല്ലോ. അപ്പൊ അങ്ങനെയെല്ലാം ഇല്ലാതിരിക്കെ അവിടെ അങ്ങ് പറയുന്നത് പോലെ തന്നെ ED രേഖകളെല്ലാം ക്രൈംബ്രാഞ്ചിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി. ക്രൈംബ്രാഞ്ചിൽ നിന്ന് രേഖകൾ പിടിച്ചുകൊണ്ടുപോകാൻ ക്രൈംബ്രാഞ്ച് ആദ്യം എല്ലാ രേഖകളും എടുത്തിട്ട് പോയില്ലേ? അപ്പൊ ED അന്വേഷണം വരുമ്പോൾ എന്തൊക്കെയാണ് സാർ കൊടുക്കാതിരിക്കല്ലേ ചെയ്തത്? നിങ്ങൾ ബാങ്കിൽ നിന്നാണ് കൊണ്ടുപോയത്. തെറ്റിദ്ധരിപ്പിച്ചാൽ അല്ലെങ്കിൽ മാറ്റി പറഞ്ഞാൽ എങ്ങനെയാണ് വാസ്തവവിരുദ്ധമായ കാര്യം വസ്തുതയാവുക? ബാങ്കിൽ നിന്ന് ED എടുത്തുകൊണ്ടുപോയി എന്നാണ് ഞാൻ പറഞ്ഞത്. ബാങ്കിൽ നിന്ന് കൊണ്ടുപോയി ബാങ്ക് അവസാനം ഹൈക്കോടതി വരെ പോയി. ഞാൻ താങ്കളോട് അതിലൊന്നും തർക്കിക്കാനില്ല. ഇതൊക്കെ വസ്തുതാപരമായി നമ്മുടെ മുമ്പിൽ എത്രയോ വാർത്തകൾ മുൻപേ വന്നതാണ്. വസ്തുതക്കപ്പുറം ശരി, ഇതിൽ ഒരു ഓക്കെ, രാഷ്ട്രീയവും കലർത്തി ഞാൻ വിട്ടു. പറഞ്ഞിട്ടില്ല ശരത്ത്. ശരി, ഓക്കെ, ഞാൻ വസ്തുതക്കപ്പുറം ഒരു രാഷ്ട്രീയവും കലർത്തി പറഞ്ഞിട്ടില്ല. തീർച്ചയായും അത് കാണുന്നവർ വിലയിരുത്തട്ടെ. നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ട വിഷയമല്ലല്ലോ. അതെ, ഞാൻ അല്ല കാണുന്നവരുടെ വിലയിരുത്താനുള്ളത്. ഞാൻ അതുകൊണ്ടല്ലേ കൃത്യമായി പറഞ്ഞത്. ഞാൻ വസ്തുതക്കപ്പുറം ഒരു രാഷ്ട്രീയവും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത് ഇരിങ്ങാലക്കുട പോലീസാണ്, പിന്നീട് ക്രൈംബ്രാഞ്ച് ചെയ്തു. അപ്പോഴൊന്നുമില്ലാത്ത ഒരു രാഷ്ട്രീയം എങ്ങനെയാണ് അതിൽ PMLA ആക്ട് ഉണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ ഉണ്ടാകുന്നത്? ഉണ്ടാവില്ലല്ലോ എന്നുള്ളത് മാത്രമേ സൂചിപ്പിച്ചത്. അല്ല, ഞാനൊരു കാര്യം പറഞ്ഞ് സൂചിപ്പിക്കാം. അങ്ങ് കുറെ ചോദ്യങ്ങൾ ചോദിച്ചല്ലോ, ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞത് പ്രധാനമായും ഇതിൽ അങ്ങയുടെ വാദം എന്താണ്? ഏതോ ഒരു ഉദ്യോഗസ്ഥൻ കൈക്കൂലിക്കാരനാണ്, അതുകൊണ്ട് ഇതെല്ലാം എങ്ങനെ ഇല്ലാതാകുന്നത്? ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും ഒരു കൈക്കൂലിയിൽപ്പെട്ടാൽ ഇനി 10 ഉദ്യോഗസ്ഥർ കൊടകര കേസ് അന്വേഷിച്ച ആളാണ് അദ്ദേഹം. അതുകൊണ്ട് നിങ്ങൾ ചെയ്തൊരു ക്രൈം എങ്ങനെ ഇല്ലാതാകുന്നത്? BJP-യെ ചക്രശ്വാസം വലിപ്പിച്ച, കേരളത്തിന്റെ മുമ്പിൽ വല്ലാതെ നിങ്ങളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയ കൊടകര കുഴൽപ്പണ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ്. അത്രയും കൂടി ഞാൻ ബ്രാക്കറ്റിൽ ചേർക്കുന്നു. ശരത്ത്, ഇതൊക്കെ നിങ്ങളുടെ പാർട്ടി ക്ലാസുകൾ അണികളെ പറഞ്ഞു പറ്റിക്കാൻ ഞാനൊരു മാധ്യമത്തിലിരുന്നാണ് സാർ പറയുന്നത്. ഞാനൊരു മാധ്യമത്തിലിരുന്ന് കേരളത്തിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതിന് അങ്ങനെ താങ്കൾക്ക് മറുപടി പറയാം. അതിന് വേറെന്തെങ്കിലും പറഞ്ഞാൽ അത് മറുപടിയാവില്ല എന്നേ ഉള്ളൂ. പറയാനുള്ള താങ്കളുടെ സ്വാതന്ത്ര്യമാണ്. അല്ല, ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അല്ലെന്നേ, കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അസിസ്റ്റന്റ് ഡയറക്ടറാണ് ശേഖർ കുമാർ. അല്ല, അവിടുത്തെ പ്യൂണല്ല. അതെ, ഞാൻ അവരെ ചുരുക്കി കണ്ടും മോശപ്പെടുത്തിയും പറഞ്ഞതല്ല. അതിന്റെ ഏറ്റവും ചുമതലപ്പെട്ട ആളെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ശരത്തെ, ഞാൻ പറഞ്ഞത് ആ അന്വേഷിച്ച ഉദ്യോഗസ്ഥർ മാത്രമല്ല, ആ യൂണിറ്റിലെ മുഴുവൻ ഉദ്യോഗസ്ഥർ അഴിമതിക്കാരാണെന്ന് നിങ്ങൾ പറഞ്ഞോട്ടെ, ആയിക്കോട്ടെ. അവർക്കെതിരെ ശിക്ഷ നടപടികൾ സ്വീകരിച്ചോട്ടെ, അവർ അഴിമതിക്കാരായി കണ്ടെത്തിക്കോട്ടെ, അവർക്കെതിരെ കേസ് വന്നോട്ടെ, വിജിലൻസ് കേസ് എടുത്തോട്ടെ, അന്വേഷിച്ചോട്ടെ. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത ക്രൈം ഇല്ലാതെയാകോ? നിങ്ങൾ ചെയ്ത കുറ്റമില്ലാതെയാകോ? അതുകൊണ്ട് നിങ്ങൾ ചെയ്ത പണമില്ലാതെയാകോ? ശ്രീ കെ ജെ ജേക്കബ്, ഇതിൽ ഇപ്പോൾ BJP പ്രതിനിധിയായിട്ടുള്ള അഡ്വക്കേറ്റ് കൃഷ്ണദാസ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അദ്ദേഹം പറയുന്നത് നിയമപരമായ കണ്ടെത്തലുകളെ രാഷ്ട്രീയമായി ചോദ്യം ചെയ്യാമോ? ഇന്നിപ്പോൾ CPIM തൃശ്ശൂരിൽ ശക്തമായ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ED എങ്ങനെയാണ് ഇതിൽ പ്രവർത്തിച്ചത്. അതൊരു തിരക്കഥയാണ്, കുറ്റപത്രമല്ല തിരക്കഥയാണ് എന്നാണ് CPIM വിശദീകരിക്കുന്നത്. ഇവിടെ അരുൺകുമാർ പറഞ്ഞത് അത് വിരട്ടലും വിലപേശലും ഇങ്ങോട്ട് വേണ്ട. അതിന് സമാനമായ സമീപകാലത്തെ ED-യുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെ കേരളത്തിനകത്തും പുറത്തും ഉള്ളതെല്ലാം അദ്ദേഹം അരുണിൻ്റെ ഭാഗമായി സൂചിപ്പിക്കുകയും ചെയ്തു. അവിടെയാണ് BJP പ്രതിനിധിയുടെ ആ ചോദ്യം നിൽക്കുന്നത്. നിയമപരമായ കണ്ടെത്തലുകളെ രാഷ്ട്രീയമായി ചോദ്യം ചെയ്യാമോ? നിഷ്കളങ്കമായി ചിന്തിച്ചാൽ ശരിയല്ലേ ഈ പറയുന്നത് തോന്നും. പക്ഷേ അങ്ങനെ ചോദ്യം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യവും കാലവും ED പോലെയുള്ള അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നിൽക്കുകയാണോ?
ED മാത്രമല്ല ശരത്തെ, അത് നിയമവും അങ്ങനെയാണ്. ആ PMLA ആക്ട് വരുന്നത് തന്നെ അത് ഭയങ്കര അഡ്വക്കേറ്റായ ശ്രീ കൃഷ്ണദാസിന് അത് അറിയാവുന്നതാണ്. കാരണം അത് ശരിക്കും ഒരു ഡ്രാക്കോണിയൻ, ജാമ്യം ലഭ്യമല്ലാത്ത തരത്തിലുള്ള വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നിയമമാണ്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മയക്കുമരുന്ന് കള്ളക്കടത്തിലൂടെ പണമുണ്ടാക്കി അത് ഒളിപ്പിച്ച് പിന്നെ അത് വെളുപ്പിക്കുന്ന ആളുകളെ പിടിക്കാൻ വേണ്ടി ഒറിജിനലി ഉണ്ടാക്കിയ ഒരു നിയമമാണ്. അത് രാഷ്ട്രീയ നേതാക്കന്മാരെ പിടിച്ചകത്തിട്ടാൽ ജാമ്യമില്ലാതെ അവർ ജയിലിൽ കിടത്താം എന്ന് BJP കണ്ടുപിടിക്കുകയും വ്യാപകമായിട്ടത് ഉപയോഗിക്കുകയും ചെയ്തു. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഏറ്റവും അവസാനം വന്നത് അവിടുത്തെ ബെവ്കോ ടാസ്മാക് എന്ന് പറഞ്ഞാൽ ആ കമ്പനിക്കെതിരെ കേസെടുത്തപ്പോഴാണ് സുപ്രീം കോടതി ചോദിച്ചത്, നിങ്ങൾ എന്തോയി കാണിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ അതിൻ്റെ അകത്ത് ആരെങ്കിലും കള്ളപ്പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുക്കുക, നിങ്ങൾ എന്തിനാണ് കമ്പനിക്കെതിരെ കേസെടുക്കുന്നത്? അതുപോലെ തന്നെയാണ് ഇപ്പോൾ എനിക്കൊന്ന് CPM എതിരെ കേസെടുത്തിരിക്കുന്നത്. അഡ്വക്കേറ്റ് കൃഷ്ണദാസിന് അറിയേണ്ടതാണ്, ഒരാൾ കള്ളപ്പണം ഒളിപ്പിക്കുകയും അത് വെള്ളയാക്കി മാറ്റി അങ്ങനെ അവതരിപ്പിക്കുകയും ചെയ്തെങ്കിൽ മാത്രമാണ്. CPM എന്നുള്ള പാർട്ടിയല്ലല്ലോ, അതിൽ ആളുകളല്ലേ അതിൻ്റെ അകത്ത് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഇത് നമ്മൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ശ്രീ കൃഷ്ണദാസ് അത് നമുക്ക് നിവൃത്തിയില്ലാതെ മനുഷ്യർ പറഞ്ഞു പോകുന്നതാണ്. ഒരു അന്വേഷണ ഏജൻസിയെക്കുറിച്ച് അങ്ങനെ പറയാൻ പാടുണ്ടെന്ന് വെച്ചാൽ പറയാൻ പാടില്ലാത്തതാണ്. അതൊരു പ്രൊഫഷണൽ ഏജൻസിയാണ്, നമുക്കൊക്കെ വിശ്വാസമുണ്ട്. പക്ഷേ എന്താണ് അവർ നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് അവരെപ്പറ്റി കോടതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് വരുമ്പോഴാണ് CPMൻ്റെ വാദത്തിന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റുമായുള്ള വാദത്തിൽ കഴമുണ്ടാകുന്നത്. ഒരു തരത്തിലുള്ള നിയമപരമായ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങൾക്കും വിധേയമാകാതെ തോന്നിയവധി ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ജയിലിടുകയും ചെയ്യുന്നൊരു ഏജൻസിയായിട്ടത് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് CPMന് ഇതിനെതിരെ രാഷ്ട്രീയമായി പറയേണ്ടി വരുമെന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് ശ്രീ അരുൺകുമാർ അത് പറഞ്ഞു, ഈ പ്രോസസ്സാണ് പണിഷ്മെൻറ്റ് എന്ന് നല്ല ധാരണയുള്ളത് കൊണ്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഇങ്ങനെ കയറൂരി വിടുന്നത്. കോടതിക്ക് ജാമ്യം കൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള നിയമം, അത് വളരെ കഠിന, ഞാൻ അത് നേരത്തെ പറഞ്ഞതുപോലെ ഈ കള്ളപ്പണം മയക്കുമരുന്ന് വിറ്റ് കാശുണ്ടാക്കുന്നവരെ പിടിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു നിയമത്തെ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള സാധാരണ അഴിമതി കേസിൻ്റെ പുറകെ വിടുന്നതിലാണ് അതിൻ്റെ രാഷ്ട്രീയം തുടങ്ങുന്നത്. പക്ഷേ അതുകൊണ്ട് ശ്രീ കൃഷ്ണദാസിൻ്റെ ഒരു ആർഗ്യുമെൻറ്റും ഞാൻ അംഗീകരിക്കില്ല. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇന്ന് ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഏജൻസിയായി പ്രതിപക്ഷമുള്ള സർക്കാരുകളെ, പ്രതിപക്ഷ സർക്കാരുകളുടെ സ്ഥലത്ത് അവരെ വേട്ടയാടാനുള്ള ഏജൻസിയായിട്ടത് മാറിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും കോടതികളിൽ നിന്ന് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മറുപടി അതാണ്. ഈ കേസിൽ പോലും ഇതിൽ പോലും CPMൻ്റെ നേതാക്കന്മാർ ഏതെങ്കിലും തരത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അതിൽ ഒരു CPM നേതാവിൻ്റെ അയാൾക്ക് ജാമ്യം കൊടുത്തു വിട്ടപ്പോൾ കോടതി പറഞ്ഞത് അയാൾക്ക് ജാമ്യം കൊടുത്തു, പ്രോസിക്യൂഷൻ എതിർത്തിട്ടും കൂടെ ജാമ്യം കൊടുത്തു, ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഒറ്റ കാര്യം കൂടി പറയട്ടെ ശരത്തെ, ഈ കേസിൽ പക്ഷേ കൃഷ്ണദാസ് ചോദിച്ച ഒരു കാര്യമുണ്ട്, എവിടെയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം? എന്തുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചിന് അന്വേഷിക്കാൻ പറ്റാത്തത്? ഇപ്പോൾ ശരത്ത് പറഞ്ഞില്ലേ ഇവർ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പിടിച്ചുകൊണ്ട് പോയെന്നും. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ ഇടപെടുന്നത് 2022 ഓഗസ്റ്റിലാണ്, അന്നാണ് റെയ്ഡ് ചെയ്യുന്നത്. 2021 ജൂലൈയിൽ ഈ കേസ് ഇരിങ്ങാലക്കുട പോലീസിൻ്റെ കൊടുത്തതാണ്. ഒരു മാസത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു 10-20 ദിവസത്തിനുള്ളിൽ ക്രൈംബ്രാഞ്ചിൻ്റെ അടുത്ത് ഈ കേസ് ട്രാൻസ്ഫർ ചെയ്തു. ഒരു വർഷം കേരളത്തിലെ പോലീസ് അന്വേഷിച്ചു. എന്തായി രേഖകളൊന്നും പിടിച്ചെടുക്കാതിരുന്നത്? എന്തായി രേഖകൾ മുഴുവൻ? കഴിഞ്ഞ ദിവസം കോടതി ഏതാ ചോദിച്ചത്, നിങ്ങൾക്ക് എന്തിനാണ് രേഖകളുടെ ഒറിജിനൽ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് പോരെ? എന്തിനാണ് ED വന്ന് ചോദിച്ചപ്പം EDയുടെ കയ്യിലുള്ള രേഖകൾ മുഴുവൻ കൊടുത്തുവിട്ട് എന്തിനാണ് അതിന് ഫോട്ടോസ്റ്റാറ്റ് കൊടുത്താൽ പോരായിരുന്നോ? ഈ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാൻ കേരള പോലീസിനോ കേരള സർക്കാരിനോ യാതൊരു താല്പര്യവും ഇല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അരുൺ പറഞ്ഞതിനൊന്നും ഞാൻ തർക്കിക്കുന്നില്ല. അവർ ഇപ്പോഴത്തെ ആ ഏജൻസി, ഇപ്പം അവിടുത്തെ ഭരണസമിതി അവരെക്കൊണ്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. CPMും സർക്കാരും ആ ബാങ്കിനെ നേരിട്ട് കൊണ്ടുപോകാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. നിക്ഷേപകരുടെ പണം തിരിച്ചു ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ ഒരു വർഷം ഒരു തരത്തിലുള്ള അന്വേഷണവും ഈ കേരള പോലീസ് ക്രൈംബ്രാഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ രേഖകളൊക്കെ ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിലിരുന്നേനെ. എങ്ങനെയാണ് ഒരു വർഷം കഴിഞ്ഞിട്ടല്ലേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ റെയ്ഡ് നടത്തുന്നത്? ക്രൈംബ്രാഞ്ചിന് അന്വേഷിക്കാൻ പറ്റില്ല. എൻ്റെ ഒരു സംശയം, ഞാൻ നേരത്തെ അത് ശ്രീ കൃഷ്ണദാസിനോടും ചോദിച്ചൊരു കാര്യം അതാണ്. ഇതിനകത്ത് ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൻ്റെ വിപുലമായ ആഴം കണ്ടെത്തേണ്ടതുണ്ട്. ഏതാണ്ട് ഒരു 226 കോടിയാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുള്ള തട്ടിപ്പ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധന എന്ന് പറഞ്ഞാൽ അത്ര ലളിതമാണ് എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഒന്ന്. രണ്ട്, വളരെ പ്രധാനപ്പെട്ട ഇത് വായ്പകൾ
ബാങ്കുകളിലൊക്കെ നടത്തിയിട്ടുള്ള ക്രമക്കേടുകളും മറ്റും വരുമ്പോൾ ഇതിൻ്റെ ഡോക്യുമെൻറ്റുകൾ വളരെ പ്രധാനമാണ്. അതിൽ ആ പരിശോധനകൾക്ക് എടുക്കുന്നൊരു സമയത്തെക്കുറിച്ചും കൂടി നമ്മൾ ചില പരിഗണനയും കാഴ്ചപ്പാടും വേണ്ടേ എന്നതിൻ്റെ ഒരു സംശയം ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്. കാരണം അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അത് പരിശോധിച്ചതുകൊണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നൊരു ഘട്ടത്തിലാണ് ED കേസെടുത്ത ഉടൻ തന്നെ ഈ ഡോക്യുമെൻറ്റുകൾ മുഴുവൻ, അതായത് ഈ ആധാരങ്ങളടക്കം മുഴുവൻ ഡോക്യുമെൻറ്റുകൾ, ഇത് രണ്ടു കൂട്ടരെ ബാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്കൾ ഈ ആദ്യത്തെ ഒരു വർഷം കുറെ കൂടി വേഗത വേണമായിരുന്നു എന്ന വിമർശനം പറയുമ്പോൾ തന്നെ ഈ ആധാരങ്ങളുടെ ഒറിജിനലുകൾ കോടതിയിൽ കൊടുക്കുന്ന മാത്രമല്ല, പരിശോധനകൾക്ക് ഒറിജിനൽ തന്നെ വേണ്ടേ? അപ്പോൾ ഇത് കംപ്ലീറ്റ് കൊണ്ടുപോയൊരു ഘട്ടത്തിൽ ബാങ്കിൻ്റെ പുനഃസംഘാടനവും വൈകി. എൻ്റെ ഒരു സംശയമാണ്, ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണവും വൈകി. അവസാനം ഹൈക്കോടതി തന്നെ അതിലെങ്ങനെയാണ് ശ്രീ ജേക്കബ് ഇടപെട്ടത്? കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയല്ലേ EDയോട് പറഞ്ഞു നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല, മടക്കി കൊടുക്കൂ എന്ന് പറഞ്ഞത്? അപ്പോൾ ഇത് സ്വാഭാവികമായി ഇതിനെ താളം തെറ്റിച്ചിട്ടുണ്ടാവില്ലേ? അതാണ് ഈ പാനലിലിരിക്കുന്ന ഞാൻ ഒഴികെ ബാക്കി എല്ലാവരും വക്കീലന്മാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്കൊക്കെ അറിയാം പോലീസ് അന്വേഷിക്കാൻ വേണ്ടി അതിൻ്റെ കോപ്പികൾ മതി. ബാങ്കിൽ ED എങ്ങനെയാണ് അന്വേഷണം ഏറ്റെടുത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ രേഖകളും പിടിച്ചെടുത്ത്, നിങ്ങൾ മുഴുവൻ രേഖയും പിടിച്ചെടുത്തുകൊണ്ട് പോകണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ള രേഖകൾ പിടിച്ചെടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ സെറോക്സ് കോപ്പി എടുക്കാം. നിങ്ങൾക്ക് കോടതിയിൽ അവസാനം തെളിവ് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കഴിഞ്ഞ ഹൈക്കോടതി എന്തിനാണ് പറഞ്ഞത്, നിങ്ങൾക്ക് അന്വേഷിക്കാൻ വേണ്ടി എന്തിനാണ് ഈ ഒറിജിനൽ രേഖകൾ എന്തിനാണ്? എന്തുകൊണ്ട് ആ രേഖകൾ വെച്ചിട്ട് അന്വേഷണം നടത്തിയില്ല? എന്തുകൊണ്ട് റെയ്ഡ് ആ ബാങ്കിൽ നടത്തിയില്ല ക്രൈംബ്രാഞ്ച്? എന്താണ് ഇത്ര സിമ്പത്തറ്റിക് ആയിട്ട് ആ ബാങ്കിനോടും ആ ബാങ്കിൻ്റെ ഭരണാധികാരികളോട് പെരുമാറാൻ എന്തായിരുന്നു ക്രൈംബ്രാഞ്ചിന് എന്തായിരുന്നു കാര്യം? എന്നിട്ട് എൻ്റെ ഓർമ്മ ഞാൻ പിന്നെ നോക്കിയിട്ട് കണ്ടില്ല, ഒരു വശം മുഖ്യമന്ത്രിയെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ED രേഖകൾ എടുത്തുകൊണ്ട് പോയത് കൊണ്ടാണ്. ശരത്തെ അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. 4 വർഷമായി ED രേഖകൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അത്. ഓക്കെ, നമ്മളിപ്പോൾ ജേക്കബിനറിയാം, നമ്മളിത്തരം ചർച്ചകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ചില ഫാക്ട്സും ചില കണക്കുകളും ഒക്കെ പ്രധാനമായതുകൊണ്ട് തന്നെ ഞാനും എൻ്റേതായിട്ടുള്ള ചില പരിശോധനകൾ നടത്തിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഇപ്പോൾ ഞാൻ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്, സഹകരണ വകുപ്പിൽ നിന്ന് തന്നെ എടുത്തൊരു വരുന്നത് 226 കോടിയാണ് അസസ് ചെയ്തിട്ടുള്ള തട്ടിപ്പ്. അതിൽ 150 കോടി, കൃത്യമായി പറഞ്ഞാൽ 149.5 കോടി ഈ തട്ടിപ്പിനിരയായ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിയ നിക്ഷേപകർക്ക് മടക്കി കൊടുത്തു കഴിഞ്ഞു. ആ ബാങ്കിൻ്റെ പുനഃസംഘാടനം നടന്നുകൊണ്ടിരിക്കും. നേരത്തെ അരുൺ അതിൻ്റെ ചില വിശദാംശങ്ങൾ പറഞ്ഞു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ 18 പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും അതിനെതിരെ ഈ പ്രതികൾ ഹൈക്കോടതിയിൽ പോയി, ഇതെല്ലാം ഉണ്ടാക്കുന്ന കാലതാമസം കാണേണ്ടതല്ല, ഇതിനിടയിൽ വരുന്ന പ്രൊസീഡിങ്സിൽ വരുന്ന നടപടികളാണ്. ഈ പ്രതികൾ അതിനെതിരെ നിയമ പോരാട്ടം ആരംഭിച്ചു. 18 പ്രതികളുടെയും ഈ ബാങ്കുമായി ബന്ധപ്പെട്ട ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, ഇതിൻ്റെ സെക്രട്ടറി, ഇങ്ങനെ വരുന്ന ആളുകളല്ലേ, ഇവരുടെ ഈ 18 പ്രതികളുടെയും സ്വത്തുവകകൾ കണ്ടുകെട്ടി. അത് ഹൈക്കോടതി അടക്കം അംഗീകരിക്കുന്ന നിലയിൽ ആ പ്രതികൾക്ക് മേൽ ശക്തമായ ഒരു നടപടി ഒരു നടപടിയായി അതിനെ കാണാൻ കഴിയില്ല എന്ന എൻ്റെ ഒരു ചോദ്യം കൂടി അവിടെ കിടക്കട്ടെ. അത് ഏതെങ്കിലും ഘട്ടത്തിൽ ആർക്കെങ്കിലും പറയണമെങ്കിലാകാം. ഞാൻ അതിനു മുമ്പ് ശ്രീ അരുൺ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ശ്രീ KJ ജേക്കബ് ഉന്നയിച്ച ശക്തമായ വിമർശനം, ആദ്യത്തെ ഒരു വർഷം എന്നുള്ളത് ഈ ചർച്ചയിൽ CPIMനെ പ്രതിനിധീകരിച്ച് താങ്കൾ അതിൽ ഒരു മറുപടി പറയേണ്ട ഒരു ഭാഗമാണ്. രണ്ടാമത്തെ കാര്യം, ഈ കൈക്കൂലി കേസും തമിഴ്നാട്ടിലെ കേസും ഒക്കെ ചൂണ്ടിക്കാട്ടി EDയെ ഇങ്ങനെ ED കുഴപ്പം പിടിച്ചതാണെന്ന് പറഞ്ഞാലും നിങ്ങൾ ചെയ്ത കുറ്റം ഇല്ലാതാകുമോ? ഇൻവെർട്ടർ കോമ, അങ്ങനെയാണ് കൃഷ്ണദാസ് പറഞ്ഞത്. നിങ്ങൾ ചെയ്ത കുറ്റം ഇല്ലാതാകുമോ എന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും മറുപടി. അതിനുശേഷം ഞാൻ ശ്രീ റോണിയിലേക്ക് വരാം. ഇവിടെ ക്രൈംബ്രാഞ്ച് കൃത്യമായിട്ട് 27 കേസുകൾ രജിസ്റ്റർ ചെയ്ത് അതിലെ പ്രതികളെ സമയബന്ധിതമായിട്ട് അറസ്റ്റ് ചെയ്ത് 1.5 വർഷത്തിലധികം ചില പ്രതികൾ ജയിലിൽ കിടക്കേണ്ടി വന്ന സാഹചര്യമുണ്ട്. ആ അന്വേഷണം നല്ല രീതിയിൽ പോകുമ്പോഴാണ് ED വന്നത്. ED വന്നതിനെ ഞങ്ങൾ എതിർക്കുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമായിട്ട് കള്ളപ്പണം ഉണ്ടായിട്ടുണ്ടോ, ആ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ, അവരുടെ അധികാര പരിധിയിൽ വന്നിരിക്കുന്ന അന്വേഷണം അവർക്ക് നടത്താം. പക്ഷേ ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തെ തളർത്തിക്കളയുന്ന തരത്തിൽ മുഴുവൻ ഡോക്യുമെന്റും സീസ് ചെയ്തെടുത്തിട്ട് 1.5 വർഷത്തേക്ക് ഒരു അനക്കമില്ലാത്ത സാഹചര്യം വന്നപ്പോഴാണ് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിച്ച് ഞങ്ങൾക്ക് ഈ ഡോക്യുമെന്റ് തിരിച്ചു കിട്ടണം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ അന്യാധീനമായിട്ട് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാത്തവർ അവർ വന്ന് തിരിച്ചടയ്ക്കുമ്പോൾ അവരുടെ ആധാരം തിരിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ വൺ ടൈം സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ട് അവർ തുക അടയ്ക്കാൻ വരുമ്പോൾ അവരുടെ ഡോക്യുമെന്റ് തിരിച്ചു കൊടുക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ആ ഡോക്യുമെന്റ് പോലും തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത വന്നപ്പോഴാണ് ഹൈക്കോടതി ഇടപെട്ടെ. അതുകൊണ്ട് ഒരാളെയും കുറ്റകൃത്യം ഇല്ലാതാകുന്നില്ല. അവിടെ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം കൊടുക്കട്ടെ, അവർ അന്വേഷിച്ച ചീറ്റിങ്ങും വഞ്ചനയും അതുപോലെ തന്നെ ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷനും അതുപോലെ തന്നെ കള്ളമായിട്ട് ചെയ്ത അഴിമതി ചെയ്തതൊക്കെ അന്വേഷിച്ചോട്ടെ, കുറ്റക്കാരെ ശിക്ഷിച്ചോട്ടെ, മാതൃകാ നടപടി സ്വീകരിച്ചോട്ടെ, ഇനി സഹകരണ മേഖലയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതെ നോയിക്കോട്ടെ. പക്ഷെ ED ഇവിടെ വന്ന് ഏതെങ്കിലും തരത്തിൽ കള്ളപ്പണം വെളുപ്പിച്ചതോ കള്ളപ്പണത്തിന്റെ പ്രോസസ്സോ അല്ലല്ലോ കണ്ടുപിടിച്ചത്. ഇവിടെ എങ്ങനെയെങ്കിലും CPIMനെ തകർക്കാം. ഇപ്പൊ PR അരവിന്ദാക്ഷൻ എന്ന ഒരാളെ അറസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു, അരവിന്ദാക്ഷന്റെ അമ്മ ചന്ദ്രമതിയുടെ പേരിൽ 63 ലക്ഷം രൂപയുടെ നിക്ഷേപമുണ്ട്. അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു.
അപ്പോൾ പറഞ്ഞു ഈ അമ്മ ചന്ദ്രമതി ആരുടെ അക്കൗണ്ടിലാണോ പണമുള്ള ചന്ദ്രമതി അത് അരവിന്ദാഷിന്റെ അമ്മയല്ല, അതൊരു മറ്റൊരു അമ്മയാണ്, മറ്റൊരു ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ അമ്മയാണ്, അവരെന്തോ പ്രോപ്പർട്ടി വിറ്റ പൈസ അക്കൗണ്ടിൽ ഇട്ടതാണ്. യഥാർത്ഥത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ അമ്മ ചന്ദ്രമതി ഒരു തൊഴിലുറപ്പ് പദ്ധതിക്ക് ജോലിക്ക് പോകുന്ന ആളാണ്, 1600 രൂപ പെൻഷനുള്ള ആളാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ കൃത്യമായി ED തന്നെ നാണം കെട്ട് പോകുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ടായി. ഇപ്പോൾ CPM നേതാക്കന്മാരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതും എങ്ങനെയെങ്കിലും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനും ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തു എന്ന് വരുത്താനാ. നിയമപരമായി ഇത് ചലഞ്ച് ചെയ്യപ്പെടും. ഒരു ദിവസം പോലും നീതിന്യായ പീഠത്തിന്റെ മുന്നിൽ നിലനിൽക്കില്ലാത്തൊരു കേസായിട്ട് ഇത് മാറും. ഇപ്പോൾ തന്നെ പല പ്രധാന പ്രതികളെയും മാപ്പുസാക്ഷിയാക്കി കള്ളത്തെളിവുണ്ടാക്കിയിട്ടാണ് ഏതെങ്കിലും തരത്തിലൊരു ലിങ്ക് ഈ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിൽ അവരുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിലുള്ളത്. അതൊന്നും നിലനിൽക്കുന്ന സാഹചര്യമല്ല. അതുകൊണ്ട് സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തും, രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടം നടത്തും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷനിൽ ഒരു ഭയവുമില്ല. ഈ പ്രോസസ് ഈസ് പണിഷ്മെന്റിന്റെ ഭാഗമായി ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ED സടകുടഞ്ഞ് എഴുന്നേക്കുന്ന സ്ഥിരം സാഹചര്യം ഈ തവണ EDയുടെ പ്രധാനപ്പെട്ട ഡയറക്ടർ അടക്കം പ്രതിപട്ടികയിൽ വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന ആ ശ്രമം എല്ലാം നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും CPM നേരിടാൻ തന്നെ ചെയ്യും. ഒരു ഭയവുമില്ല. റോണി കെ ബേബി, ഇപ്പോൾ രാജ്യത്താകെ ഒരു സ്ഥിതി ഈ ഏജൻസിയുമായി ബന്ധപ്പെട്ട ഒരു 10 വർഷത്തെ കണക്കെടുത്താൽ 7000-ൽ പരം കേസുകളുണ്ട്. അതിൽ തന്നെയും വിചാരണ നടക്കുന്നത് 50-ൽ താഴെ എന്ന മട്ടാണ്. അതിൽ ഏതാണ്ട് 200-നടുത്ത് പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്രീകരിച്ച് തന്നെ അതാണ് പ്രതിപക്ഷത്തെ വേട്ടയാടുന്ന ഒരു ഏജൻസിയായി കേന്ദ്ര സർക്കാർ ഈ ഏജൻസി ഉപയോഗിക്കുന്നു എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതായത് ഈ ഏജൻസിക്ക് കോടതിയിൽ കേസ് നടത്തി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുന്ന കൺവിക്ഷൻ റേറ്റൊക്കെ പരമദയനീയമാണ് എന്ന വലിയ ചർച്ചകൾ നമ്മുടെ രാജ്യത്ത് നിൽക്കുന്നു. എത്രയോ ചർച്ചകളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതേസമയം ശ്രീ KJ ജേക്കബ് പറഞ്ഞ പോലെ ഈ പ്രൊസീഡിങ്സ് ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വലിയ ഒരു അവകാശം അനുവദിച്ചു കൊടുക്കുന്ന ഒരു ഡ്രാക്കോണിയൻ നിയമത്തിൻ്റെ ആനുകൂല്യമുണ്ട്. ഇതാണ് ഈ EDയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യത്തെ അവസ്ഥ. അതിനെ BJP നന്നായി മനസ്സിലാക്കി ഉപയോഗിക്കുന്നു കേന്ദ്ര സർക്കാർ എന്ന നിലയിലെ അതിൽ വളരെ ശക്തമായൊരു വിമർശനം നിൽക്കുന്നു. പക്ഷേ പ്രശ്നം കോൺഗ്രസിനെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിലെ CPMനെയാണ് പ്രതിയാക്കിയത് എന്നതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് ആ EDയെ നിങ്ങൾക്ക് അങ്ങനെ തള്ളിപ്പറയാൻ കഴിയില്ലല്ലോ അല്ലേ? തൃശ്ശൂരിലെ EDയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ED ഇന്ത്യയുടെ പൊതുസമൂഹത്തിന് മുമ്പിൽ മാത്രമല്ല ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിലും മുഖം നഷ്ടപ്പെട്ട് ഉടുവസ്ത്രം നഷ്ടപ്പെട്ട് പൂർണ്ണ നഗ്നരായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ആർക്കും അക്കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ കഴിഞ്ഞ ദിവസം ഈ തമിഴ്നാട്ടിലെ മദ്യ നയവുമായി ബന്ധപ്പെട്ടുള്ള കേസില് ടാസ്മാകുമായി ബന്ധപ്പെട്ട കേസിൽ പറഞ്ഞത് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ ED ശ്രമിക്കുന്നു എന്ന് അതിശക്തമായ വിമർശനം EDക്കെതിരെ നടത്തിയത്. ഇവിടെ ചരിത്രം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ 5297 കേസുകൾ ED രജിസ്റ്റർ ചെയ്തതിൽ വെറും 47 കേസുകൾ മാത്രമാണ് വിചാരണയ്ക്ക് എത്തിയത്. അതായത് 0.7%. ഈ കഴിഞ്ഞ 5 വർഷത്തിനകം 172 രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ കേസെടുത്തതിൽ 2 കേസുകൾ മാത്രമാണ് ശിക്ഷിച്ചത്. അതൊക്കെ നമ്മുടെ മുമ്പിൽ കണക്കുകളായി വളരെ കൃത്യമായിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളൊന്നും EDയെ ഭയപ്പെടുന്നില്ല. ED ഒരു കേസെടുത്ത എന്ന് പറഞ്ഞാൽ പോലും അത് ഒരു അംഗീകാരമായി കാണുന്ന, കാരണം എന്താ, സത്യസന്ധരായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ വേട്ടയാടുവാൻ വേണ്ടി ED ഒരു കേസെടുക്കുന്നത് അംഗീകാരമായി ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ കാണുമ്പോൾ ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം CPM എന്തുകൊണ്ട് EDയെ ഭയപ്പെടുന്നു എന്നതാണ് ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം. ഭയപ്പെടുന്നതുകൊണ്ടാണോ ഇന്ന് മഴയെ അവഗണിച്ചും ആളുകളെ സംഘടിപ്പിച്ച് രാഷ്ട്രീയമായി നേരിടുന്നത്? രാഷ്ട്രീയമായ അഭിപ്രായം പറയുന്നു, ശക്തമായി പ്രതിഷേധിക്കുന്നു, മൗനം പാലിക്കുകയല്ല, അല്ലെങ്കിൽ ഭയന്നിരിക്കുകയല്ല, ഇത്തരം ഏർപ്പാട് കണ്ടാലൊന്നും കൊടി താഴെ വെച്ച് ജയില് പേടിച്ച് കൊടി താഴെ വെക്കുന്നവരല്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്നത് ഭയന്നിട്ടാണോ? കാരണം വളരെ ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ അരുൺകുമാർ പറഞ്ഞ പോലെ സെലക്ടീവ് പ്രോസിക്യൂഷൻ, അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ് സെലക്ടീവ് പ്രോസിക്യൂഷൻ. കാരണം ഈ തുടർച്ചയായി CPM എന്ന് പറയുന്ന പാർട്ടിക്കെതിരെ, കാരണം നമുക്കറിയാം 1ാം പിണറായി വിജയൻ സർക്കാർ മുതൽ ഇങ്ങോട്ട് ഈ സെലക്ടീവ് പ്രോസിക്യൂഷൻ ഈ CPMനെതിരെ മാത്രം നടക്കുന്ന കാരണം എന്താ? കാരണം മടിയിൽ കരമുള്ളതുകൊണ്ട്. ഇവിടെ ചർച്ച ചെയ്തു നമ്മൾ ഈ പറയുന്ന കരുവന്നൂരുമായി ബന്ധപ്പെട്ട വിഷയം. ഈ 2023 ആണല്ലോ ED ഇങ്ങോട്ട് വന്നത്. പക്ഷെ 2003 ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി കരുവന്നൂരുമായി ബന്ധപ്പെട്ട് പരാതി ഉയരുന്നത് അവിടെ ജീവനക്കാരനായിരുന്ന സുരേഷ് കുമാർ പരാതിയുമായി വരുന്നത് 2003 തുടങ്ങിയാണ്. ഈ 2003 മുതൽ 20 വർഷം എവിടെയായിരുന്നു CPM? എവിടെയായിരുന്നു ഇവിടെ 2016 ശേഷം അധികാരത്തിൽ വന്ന
പിണറായി വിജയന്റെ അല്ല, അതിനിടെ നിങ്ങളും ഭരിച്ചില്ലേ ഇപ്പോ? ഈ 2003 പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു AK ആന്റണി ഭരിക്കുന്നു. താങ്കൾ പറഞ്ഞു വെച്ചാണെങ്കിൽ എനിക്കറിഞ്ഞൂടാ കേട്ടോ, എനിക്കറിയാത്തൊരു കാര്യമാണ്. താങ്കൾ പറഞ്ഞു വെച്ച് പറയാം. 2003 ആണെങ്കിൽ എൻ്റെ അനുഭവത്തിൽ AK ആന്റണി ഭരിക്കുന്നു. അന്നാണ് മുത്തങ്ങ വെടിവെപ്പ് ഉണ്ടാകുന്നത്, ശിവഗിരിയിൽ കയറി പോലീസ് സന്യാസിമാരെ തല്ലുന്നത്, ആക്രമിക്കുന്നത്, ഇതെല്ലാം AK ആന്റണിയുടെ. അതിനുശേഷം അദ്ദേഹം പോയി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി, പിന്നീട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി. അപ്പൊ പിന്നെ നിങ്ങൾക്കൊക്കെ എന്തായിരുന്നു പണി? ശരത്തെ, ഞാൻ കൃത്യമായി മറുപടി തരാം. 2003 ബാങ്കിന്റെ ഭരണസമിതി യോഗത്തിലാണ് സുരേഷ് കുമാർ ഈ പരാതി ഉന്നയിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പാർട്ടിയുടെ 3 ജില്ലാ സെക്രട്ടറിമാർക്ക് പരാതി നൽകി. അത് ബേബി ജോർജിന് പരാതി നൽകി, അതിനുശേഷം AC മൊയ്തീന് പരാതി നൽകി, അതിനുശേഷം K രാധാകൃഷ്ണൻ. പാർട്ടി തന്നെ റോണി, ഞാൻ ചോദിക്കുന്നത്, നിങ്ങളത് പറയുമ്പോൾ നിങ്ങൾ ഈ നാട് ഭരിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ സഹകരണ വകുപ്പില്ലായിരുന്നോ? സഹകരണ മന്ത്രി ഇല്ലായിരുന്നോ? സഹകരണ വിജിലൻസ് ഇല്ലേ? ഇതെല്ലാം ജില്ലാ സെക്രട്ടറിക്ക് കൊടുത്തെങ്കിൽ അതെല്ലാം തന്നെ സഹകരണ വകുപ്പിലെ ഡോക്യുമെന്റിലുണ്ട്. എന്നിട്ട് നിങ്ങളെന്താ ഒന്നും ചെയ്യാഞ്ഞേ? എന്താണ് സഹകരണ വകുപ്പിൽ പരാതി വരുന്നത്? സഹകരണ വകുപ്പിൽ പരാതി വരുന്നത് 2019 അതുവരെ അറിയില്ല എന്നാണ് തന്നെ. 2015 അദ്ദേഹം പോലീസിൽ പരാതി കൊടുത്തു. 2019 അദ്ദേഹം സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ വീണ്ടും പെട്ടു. ആ അന്വേഷണത്തിലാണ് 2015 അയാൾ പരാതി പോലീസിൽ കൊടുത്തെങ്കിൽ അന്ന് ഉമ്മൻചാണ്ടിയാണെന്നേ മുഖ്യമന്ത്രി. 16 പിണറായി വരുന്നുള്ളൂ. നിങ്ങൾക്ക് ആവോളം നോക്കൂ, CPM-ന്റെ ഭരണസമിതി കാലങ്ങളായി അവർ തന്നെ ഭരിക്കുന്നു. ഇടപെടാൻ പറ്റിയ നല്ല അവസരം എന്തേ ചെയ്യാതിരുന്നത്? കാരണം നമുക്കറിയാലോ, 2015 ശേഷം 3-4 മാസം കഴിഞ്ഞ ഭരണമാറ്റം ഉണ്ടായില്ലേ? 2016 തൊട്ട് ആരുടെ കീഴിലാണ് പോലീസ്? ഇവിടെ ഇപ്പോൾ ED വിമർശിക്കുന്നെങ്കിൽ വളരെ കൃത്യമായി CPM ഇതിന് മറുപടി പറയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് CPM തന്നെ നടത്തിയ? ഞാൻ ഒരു കാര്യം കൃത്യമായി പറയട്ടെ. ഇവിടെ CPM-ന് ജില്ലാ സെക്രട്ടറിമാർ തന്നെ ശുപാർശ നൽകി എന്ന് പറഞ്ഞിട്ടുണ്ട്. 10,000-50,000 പാവപ്പെട്ടവർക്ക് വേണ്ടിയല്ല, 2 കോടിയും 3 കോടിയും. റോഷൻ നാരായണൻ എന്ന് പറയുന്ന ആൾക്ക് വേണ്ടി 2 കോടി രൂപ. CPM എന്ന് പറയുന്നത് ഇതുപോലെയുള്ള സ്വന്തം കച്ചവടക്കാർക്ക് വേണ്ടിയും ബിനാമിമാർക്ക് വേണ്ടിയും റിയൽ എസ്റ്റേറ്റുകാർക്ക് വേണ്ടിയും കോടിക്കണക്കിന് രൂപയുടെ റെക്കമെൻഡേഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള സാമ്പത്തിക താല്പര്യങ്ങൾ വളരെ വ്യക്തമാണ്. ശരി, അരുൺ അതിനൊരു മറുപടിയും വിശദീകരണവും CPM നൽകേണ്ടതാണ്. അതായത് മലയാള മനോരമ അടക്കമുള്ള പത്രങ്ങളൊക്കെ ആ രൂപത്തിൽ 1-ം പേജിൽ തന്നെ വളരെ കാര്യമായി എഴുതുന്നുണ്ട്. സ്വാഭാവികം റോണിയെ പോലെയുള്ള ആളുകളൊക്കെ അത് സ്വാധീനിക്കുന്നു. അവരെ മാത്രമല്ല, ആളുകളിലൊക്കെ ഉയരുന്ന ചോദ്യമുണ്ട്, ഇങ്ങനെ കിട്ടുന്ന കമ്മീഷനുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ടുകൾ എന്നാണ് ED സോഴ്സസിൽ നിന്നാവാം, അല്ലെങ്കിൽ കുറ്റപത്രത്തെ കണക്കാക്കിയിട്ടാവാം, അല്ലെങ്കിൽ കുറ്റപത്രത്തെ കണക്ട് ചെയ്തിട്ടാവാം ഈ പത്രങ്ങളും അല്ലെങ്കിൽ ഈ ചില മാധ്യമങ്ങളും ഒക്കെ പറയുന്നുണ്ടല്ലോ. അതാണ് റോണി ഇപ്പോൾ ഈ ചർച്ചയിൽ എടുത്തിട്ടത്. അരുണിന്റെ മറുപടി. ഇവിടെ CPM-ന്റെ ഘടകങ്ങൾക്ക് പാർട്ടി കൃത്യമായിട്ട് ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. ആ ബാങ്ക് അക്കൗണ്ടുകൾ ഓരോ തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ ആദായ നികുതി വകുപ്പിനുമെല്ലാം കൃത്യമായി അതിന്റെ റിട്ടേൺ കൊടുക്കുമ്പോൾ ഓരോ അക്കൗണ്ടിലുമുള്ള പണം, വരവ് ചെലവുകൾ, കൃത്യമായിട്ട് കിട്ടുന്ന 20,000 രൂപയിൽ കൂടുതലുള്ള സംഭാവന, ഇതെല്ലാം വളരെ കൃത്യമായി ചെയ്തു പോകുന്ന പാർട്ടിയാണ് CPM. ഏതെങ്കിലും ഒരു ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ജനങ്ങളിൽ നിന്ന് പണം ശേഖരിക്കാൻ തീരുമാനിച്ചാൽ എത്ര രൂപയാണ് പ്രതീക്ഷിച്ചത്, എത്ര രൂപയാണ് വന്നത്, ആ വരവ് ചെലവ് കണക്ക് വരെ പത്രങ്ങളിലൂടെയും മറ്റു മാസികകളിലൂടെയും എല്ലാം പ്രസിദ്ധീകരിക്കുന്ന പ്രസ്ഥാനമാണ് CPM. ഇവിടെ ഏതെങ്കിലും തരത്തിൽ CPM-ന്റെ ജില്ലാ സെക്രട്ടറിമാരെ പ്രതിയാക്കാൻ വേണ്ടി ഒരു കഥ ED ഉണ്ടാക്കുമ്പോൾ ആ കഥ അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന, മനോരമ വിശ്വസിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, കോൺഗ്രസും അത് വിശ്വസിക്കുക. കാരണം നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിവസങ്ങളോളം ചോദ്യം ചെയ്യലിന് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വിധേയമാകുന്നതും അവർ ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഏറ്റവും ശക്തമായിട്ട് പ്രോസിക്യൂഷന് മുന്നോട്ട് പോകുന്ന സാഹചര്യമൊക്കെ ഉള്ളപ്പോൾ ഈ കേരളത്തിലുള്ള ED വളരെ മികച്ച ED-യും വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്കുള്ള ED മോശം ED-യും എന്ന് ഇപ്പോഴും കോൺഗ്രസ് പറയുന്ന ഈ ഇരട്ടത്താപ്പ് തന്നെയാണ് ഏറ്റവും ഗൗരവത്തോടെ രാജ്യം ചർച്ച ചെയ്യുന്നത്. തമിഴ്നാട്ടിലടക്കം ED നടത്തിക്കൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങൾക്കെതിരെ സുപ്രീം കോടതി വളരെ സ്ട്രോങ് ആയിട്ട് ഇടപെട്ടത് നമ്മുടെ മുന്നിൽ ഇരിക്കുക. ED എല്ലാ തരത്തിലുള്ള അധികാര സീമയും ലംഘിച്ചിരിക്കുന്നു. അറസ്റ്റും വിചാരണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്തിന്റെ നിയമം അനുവദിക്കാത്ത പല കാര്യങ്ങളിലേക്കും ED പോകുന്നു. ED-യുടെ നേതാക്കന്മാർ തന്നെ ഇപ്പൊ കണ്ടു, ഡയറക്ടർമാരടക്കമുള്ളവർ പല വ്യവസായികളോടും പ്രമുഖർക്കും കള്ള സമൻസ് അയച്ചിട്ട് ആ കേസ് സെറ്റിൽ ചെയ്യാൻ ഇടനിലക്കാരെ വിട്ട് കോടികൾ തട്ടുന്ന തെളിവ് സഹിതം വിജിലൻസ് പൊക്കുന്ന സാഹചര്യമുണ്ടായി. അതിലുള്ള മെസ്സേജും വോയിസ് മെസ്സേജും വീഡിയോ സന്ദേശവും ഒക്കെ നമ്മൾ കണ്ടല്ലോ. ആർക്ക് വേണ്ടി പണം ആവശ്യപ്പെട്ടു, എവിടെ വെച്ച് പണം കൊടുത്തു, കയ്യോടെ പിടിച്ചല്ലോ വിജിലൻസ്. ആ കയ്യോടെ പിടിച്ച് കയ്യങ്ങം അതിലേക്ക് മുക്കുമ്പോൾ ആ കളറ് മാറിയതും ആ കള്ളപ്പണം കൃത്യമായിട്ട് അഴിമതി നടത്തിയ പണം പിടിച്ചതും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് കുറ്റകരമായിട്ടുള്ള മൗനം ചില വിഷയങ്ങളിൽ തുടരുന്നു. മനോരമ വായിച്ചിട്ട് അതിലെ വാചകങ്ങൾ അതേപോലെ വലിയ മഹത്തരമായിട്ട് വിശദീകരിക്കുന്നു. DCC സെക്രട്ടറി കോൺഗ്രസിന്റെ
CPM-ന്റെ സെക്രട്ടറി പറഞ്ഞതുപോലെ എന്താണോ മനോരമയിൽ വരുന്ന ആ വാർത്തയാണ് പ്രതിപക്ഷ നേതാവിന് അന്നത്തെ പത്രസമ്മേളനം, അന്നത്തെ ക്യാമ്പയിൻ, വൈകുന്നേരത്തെ ചർച്ചകൾ എന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുന്ന ഒരു ദയനീയ സാഹചര്യമാണ് നാം കാണുന്നത്. അതുകൊണ്ട് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടി പിന്തുണച്ചാലും എവിടെ നിന്നൊക്കെ പിന്തുണ കിട്ടിയാലും ഇല്ലെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ED-യുടെ ഈ കള്ളത്തരം തുറന്നു കാണിക്കും. എന്തു വന്നാലും, എന്തു സാഹചര്യം വന്നാലും, ഇപ്പോ 1, 2, 10, 20 കേസ് വന്നാലും, എത്ര അപ്പുറത്തേക്ക് പോയാലും ED രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തുന്ന ഈ തെറ്റായിട്ടുള്ള ക്രമത്തെ, അന്വേഷണത്തെ, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള സാഹചര്യങ്ങളെ ഞങ്ങൾ തുറന്നു കാണിക്കും. ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ ഞങ്ങൾ പൊളിച്ചെടുക്കുക. കൃഷ്ണദാസ്, കളിച്ച് ED അങ്ങനെ CPM-ന്റെ മുമ്പിൽ വന്ന് പെട്ടിരിക്കുകയാണ് കേരളത്തിൽ. ഇനി ഒരു തരത്തിലും അതൊന്നും അംഗീകരിച്ചു കൊടുക്കുന്ന പരിപാടിയില്ല. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി പൊളിറ്റിക്കലായി വിശദീകരിച്ചും നിയമപരമായി ഫൈറ്റ് ചെയ്തും തന്നെ ED-യുടെ കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഈ നീക്കങ്ങളെ ഒരു വഴിക്കാക്കി കൊടുക്കും എന്ന് തന്നെയാണ് CPM ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടെ ഞാൻ ഒരു കാര്യം കൂടി, താങ്കളുടെ ഒരു ഉത്തരത്തിന് വേണ്ടിയിട്ടല്ല, ഞാൻ നേരത്തെ അരുൺ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ ഇതിലെ കേസിലെ പ്രതിയായിട്ടുള്ള അരവിന്ദാക്ഷൻ ജാമ്യം കിട്ടി നിൽക്കുന്നയാളാണ്. അരവിന്ദാക്ഷൻ്റെ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ അരുൺ പറഞ്ഞതുപോലെ വളരെ തെറ്റായ ഒരു ഡോക്യുമെൻ്റ് കോടതിയിൽ കൊടുത്തു. കോടതിയിൽ കൊടുത്ത ഘട്ടത്തിൽ തന്നെ ഇത് കളവായ ഡോക്യുമെൻ്റാണ്, അത് ഈ പറഞ്ഞ അരവിന്ദാക്ഷനുമായി ബന്ധപ്പെട്ടല്ല, അവർ താമസിക്കുന്ന അതേ ഭാഗത്ത് തന്നെ അതേ പേരുള്ള, സമാനമായ പേരുള്ള മറ്റൊരു ആളുണ്ടെന്നും ആ ആളിൻ്റെ വീടുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ED ഇങ്ങനെ ഇത്ര പോലും പ്രാഥമികമായ പരിശോധനകളൊന്നും നടത്താതെ ഹിയർസേ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയാണ് ഇത് കളവായതാണ്, ഇത് തെറ്റാണ്, ED ചെയ്തിരിക്കുന്നത് ശരിയല്ല എന്ന് കോടതിയിൽ കൊടുത്ത ഡോക്യുമെൻറ്റിനെ കുറിച്ച് ഏറ്റവും ശക്തമായി വാർത്ത ചെയ്ത സ്ഥാപനം കൈരളി ന്യൂസാണ്. അത് കോടതിയിൽ പിന്നീട് ED തിരുത്തി പറയുന്നതും നമ്മൾ കണ്ടതാണ് എന്നതുകൂടിയുണ്ട്. എനിക്കൊന്ന് രാജ്യത്ത് തന്നെ ED ചെയ്തിട്ടുള്ള ആ നടപടികൾ കോടതിയിൽ കൊടുത്തതിലെ പിശകുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ അത് ഉത്തരവാദിത്വത്തോടെ തന്നെ ചെയ്തതാണ്. ആ ഡോക്യുമെൻറ്റുകൾ ആകെ പരിശോധിച്ച് ഞങ്ങൾക്ക് ബോധ്യം വന്ന ശേഷം തന്നെയാണ് ചെയ്തത്. പിന്നീട് കോടതിയിൽ ED-ക്ക് അത് തിരുത്തി പറയേണ്ടി വന്നു എന്ന് സാന്ദർഭികമായി പറയേണ്ടി വന്നു. ഇത് ഞങ്ങൾ ചെയ്ത കാര്യം ഞങ്ങളല്ലാതെ വേറെ ആരും പറയില്ലല്ലോ, അതുകൊണ്ടൊന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അത് ശ്രീ KJ ജേക്കബിന് അത് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ശ്രീ കൃഷ്ണദാസിലേക്ക് വരികയാണ്. ശ്രീ കൃഷ്ണദാസ്, ഈ തമിഴ്നാട്ടിലെ കേസിൽ സുപ്രീം കോടതിയിൽ നമ്മൾ ഇപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഭാഷയുണ്ടല്ലോ, ED അങ്ങ് എടുത്ത് ഉടുക്കുകയായിരുന്നു സുപ്രീം കോടതി ചെയ്തത്. ഫെഡറൽ സംവിധാനത്തെ തകർക്കും വിധത്തിൽ അവിടെ കയറി കളിക്കാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം എന്നല്ലേ കോടതി ചോദിച്ചത്. നിങ്ങളുടെ റെയ്ഡും പരിപാടി ഒന്നും വേണ്ട, എല്ലാം സ്റ്റേ ചെയ്ത് കയ്യിലോട്ട് കൊടുത്തു ഇല്ലേ, നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സംവിധാനത്തിൽ അതിനും അപ്പുറം കടന്ന് ഒരു പാർട്ടിയെ തന്നെ പ്രതിയാക്കുക, അതാണ് ശ്രീ KJ ജേക്കബ് ചോദിച്ചത്. CPIM എന്ന് പറയുന്ന ഒരു പാർട്ടിയെ, ഒരു രാഷ്ട്രീയ പാർട്ടിയെ, ഇതിൽ കള്ളപ്പണവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അതിൽ വ്യക്തികളല്ലേ ബന്ധപ്പെട്ട് നിൽക്കുന്നത്, ഒരു പാർട്ടിയെ തന്നെ ഈ അനുബന്ധ കുറ്റപത്രം, ഞാൻ വീണ്ടും പറയും ശ്രീ കൃഷ്ണദാസ്, അത് ക്ഷോഭിക്കാൻ വേണ്ടിയല്ല, കുറ്റപത്രം നേരത്തെ വന്നു കഴിഞ്ഞു. ഈ അനുബന്ധ കുറ്റപത്രത്തിലാണ് ഇത്തരമൊരു പരിപാടിയും കളിയും ഫിറ്റ് ചെയ്തു വെച്ചത്. അതിലാണ് CPIM-നെ പ്രതിയാക്കിയത്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ സമരം നടന്നത്. നമ്മൾ ചർച്ച ചെയ്യുന്ന അതിൻ്റെ കൂടി പശ്ചാത്തലം സ്വാഭാവികമായി അതിൻ്റെ പൂർവ്വകാലങ്ങളൊക്കെ കടന്നു വന്നു ഈ ചർച്ചയിൽ. അപ്പോൾ ഈ അനുബന്ധ കുറ്റപത്രത്തിൽ CPIM-നെ, ഒരു രാഷ്ട്രീയ പാർട്ടിയെ എങ്ങനെ ഈ ആക്ട് പ്രകാരം ഒരു പ്രതിയാക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ശ്രീ KJ ജേക്കബ് ചോദിച്ചു. മറ്റ് രാഷ്ട്രീയ വാദങ്ങളൊക്കെ നമുക്ക് വിടാം ശ്രീ കൃഷ്ണദാസ്. അതുകൊണ്ട് തന്നെ താങ്കൾ ഉന്നയിച്ച വിശദീകരണങ്ങളോ താങ്കളുടെ ആർഗ്യുമെൻറ്റോ എടുക്കാനേ കഴിയില്ല എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. താങ്കളുടെ വിശദീകരണം എന്താണ് ശ്രീ കൃഷ്ണദാസ്? ശരത്തെ, അങ്ങയുടെ ചോദ്യത്തിലും അങ്ങ് പറഞ്ഞ കാര്യത്തിലും എനിക്ക് വളരെ അങ്ങ് പറഞ്ഞതിനോട് യോജിക്കാനോ യോജിക്കാതിരിക്കാനോ കഴിയാത്തൊരു സാഹചര്യമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അങ്ങ് പറഞ്ഞ ഇതോടുകൂടി ED ഇല്ലാതെയാക്കും. 1956 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു ഗവൺമെന്റ് ഏജൻസിയാണല്ലോ ED. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതിനുശേഷം ക്ഷമയടക്കമുള്ള നിയമങ്ങൾ 99-ലും പിന്നീടും ഇങ്ങോട്ടൊക്കെ വന്നിട്ടുള്ള നിയമങ്ങളും PMLA ഒക്കെ വന്നപ്പോഴാണ് ED കുറച്ചുകൂടി അധികാരവും അവകാശവും ഒക്കെ ഉള്ള ഒരു അന്വേഷണ ഏജൻസിയായി മാറിയത്. അവർ ഒരു അന്വേഷണ ഏജൻസിയല്ലേ ശരത്തെ? അത് CBI പോലെ, സ്റ്റേറ്റ് പോലീസ് പോലെ, മറ്റ് അന്വേഷണ ഏജൻസികൾ പോലെ ഒരു അന്വേഷണ ഏജൻസിയാണ്. ആ അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തുമ്പോൾ ഏതെങ്കിലും കേസിൽ ഏതെങ്കിലും പേപ്പറുകളോ ഏതെങ്കിലും പ്രതികളെ സംബന്ധിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതികളുമായി ബന്ധപ്പെട്ട രേഖകളോ ഒക്കെ കോടതിയിൽ കൊടുക്കുന്നത് തെറ്റിപ്പോയാൽ അവരെ തിരുത്തും. കേരള പോലീസ് എത്രയോ തവണ തിരുത്തിയിരിക്കുന്നു, രാജ്യത്തെ എത്രയോ ഏജൻസികൾ തിരുത്തിയിരിക്കുന്നു. അവരത് പിൻവലിക്കും, പുതിയതായിട്ടുള്ള രേഖ കൊടുക്കും. ഇതൊക്കെ അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ച് ഒരു പുതിയ കാര്യമൊന്നുമില്ല. ഒരു രേഖ തെറ്റിപ്പോയാൽ ഒറിജിനൽ രേഖ കൊണ്ടുവന്ന് ഹാജരാക്കും, ഇല്ലെങ്കിൽ അത് കണ്ടെത്താനുള്ള ശ്രമം നടത്തും. അതൊക്കെ അന്വേഷണ ഏജൻസിയുടെ ഭാഗമാണ്. പിന്നെ അന്വേഷണ ഏജൻസി, ശരത്തെ, എനിക്ക് വിനീതമായി സൂചിപ്പിക്കാനുള്ളത്, രാജ്യത്തൊരു അന്വേഷണ ഏജൻസി, അതിലൊരു ഉദ്യോഗസ്ഥൻ കുഴപ്പക്കാരനാണ്. ഇനി വേണ്ട, അതാ ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, ഒരു 10 ഉദ്യോഗസ്ഥർ കുഴപ്പക്കാരാണ്. അവർക്കെതിരെ ഒരു കേസുണ്ട്, അവർക്കെതിരെ അഴിമതി കേസുണ്ട്.
അതൊന്നും ഒരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തെയോ ഒരു കേസിനെയോ ബാധിക്കുന്നതല്ല എന്ന് വിശ്വസിക്കുന്ന അത് ഒരാളാണ്. പറഞ്ഞ ഞാനൊരു പോയിന്റാണ്, അഭിഭാഷകൻ എന്ന പറഞ്ഞു നിലയ്ക്ക് കഴിഞ്ഞ പോയിന്റാണ്. ചോദ്യം അദ്ദേഹത്തിന്റെ ചോദ്യം, ശ്രീ കെ ജെ ജേക്കബിന്റെ ചോദ്യം, ഞാൻ എങ്ങനെയാണ് പറയാം. CPM ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിയാക്കുക? അതല്ല, ഞാൻ കെ ജെ ജേക്കബിന്റെ ഉത്തരത്തിൽ ചോദ്യത്തിലേക്ക് കൂടി വരാം, അദ്ദേഹത്തിന്റെ ആശങ്കയിലേക്ക് കൂടി വരാം. ഞാൻ പറഞ്ഞത് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലക്കും ഒരു സാധാരണ ആളെന്നുള്ള നിലക്കും എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു അന്വേഷണ ഏജൻസി നടത്തുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലൊരു വ്യാപകമായ ഒരു തട്ടിപ്പോ ഒരു വലിയ കുഴപ്പമോ കാണിച്ചുകൊണ്ട് ഒരു അന്വേഷണ ഏജൻസിക്ക് ഒരു കോടതിയുടെ മുൻപിലേക്ക് പോകാൻ കഴിയില്ല. നിങ്ങൾ മദ്രാസിലെ കേസ് പറയുമ്പോൾ മദ്രാസിലെ കേസിൽ കോടതി ചോദിച്ചിട്ടുള്ള ചോദ്യം അന്വേഷണ ഏജൻസി ഏതെങ്കിലും തെറ്റായിട്ടുള്ള കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണല്ലോ കോടതിയുടെ മുൻപിൽ പോയി നിൽക്കാതെ വരുന്നത്. കോടതിയുടെ മുൻപിൽ പോയി നിൽക്കാൻ കഴിയാത്ത സാഹചര്യം നേരത്തെ CBIക്ക് ഉണ്ടായിട്ടുണ്ട്. നേരത്തെ കേരളത്തിൽ എത്രയോ കേസുകൾ പോലീസിനുണ്ടായിട്ടുണ്ട്. എത്രയോ കേസുകൾ ആയിക്കോട്ടെ, ഇതിനൊരു ഉത്തരം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഉത്തരം പറയുമോ താങ്കൾ? അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. നമ്മുടെ രാജ്യത്ത് ഇപ്പോ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന പ്രധാനപ്പെട്ട അന്വേഷണം ക്രൈംബ്രാഞ്ചും പോലീസും നടത്തിയതാണല്ലോ. 150 കോടിയിലധികം രൂപയാണ് PDയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒക്കെ അവർ കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ 128 കോടി രൂപ. ഞാനൊരു കാര്യം കൂടി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് കൂടി അറിയാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. EDയുടെ കുറ്റപത്രത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സൂചിപ്പിക്കുന്നത് 128 കോടി രൂപ ED അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടെത്തിയിട്ടുണ്ട്. എന്റെ അറിവനുസരിച്ച് ഇതിൽ നിക്ഷേപകരായിട്ടുള്ള ആളുകൾ എന്റെ അറിവിൽ ഏകദേശം ഒരു 6ഓളം പേർ ഇവർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുണ്ട്. അവരെല്ലാം മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതില് മനംനൊന്ത് മരണപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. അതിന്റെ ഇടയിൽ കടക്കണിയിൽപ്പെട്ട് മരണപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. ആത്മഹത്യ ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. എന്റെ അറിവനുസരിച്ച് അങ്ങനെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന ഇതിൽ നിക്ഷേപകരായിട്ടുള്ള ആളുകൾ അവർ കോടതിയെ സമീപിച്ചുകൊണ്ട് അവർക്ക് ഈ പണം വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ആരാ തടസ്സമെന്നറിയോ ചരത്തിന്? അതല്ലല്ലോ നമ്മളിവിടെ അതിനൊക്കെ കഴിഞ്ഞ് വേറൊരു ആംഗിളിൽ നിന്നൊരു ചോദ്യം സ്ട്രെയിറ്റ് അവേ BJP പ്രതിനിധിയോട് വന്നു. താങ്കൾ അതിനിങ്ങനെ വേറെല്ലാമോ പറഞ്ഞിട്ട് അത് പറയും. ഞാനൊരു ചോദ്യത്തിൽ ശരത്തിന് എന്നെ അറിയാമല്ലോ. ഞാനൊരു ചോദ്യത്തിൽ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? ഇതിലൊരു അനുബന്ധ കുറ്റപത്രം വന്നു, അതിലൊരു രാഷ്ട്രീയ പാർട്ടി പ്രതിയാകുന്നു. അതിന്റെ നിയമപരമായ വശം അതെങ്ങനെ നിലനിൽക്കും? ഇത് എനിക്ക് സമയം കൂടി മാനേജ് ചെയ്തുകൊണ്ടാണ്. ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല, എത്ര നേരം വേണേ കേട്ടിരിക്കാം. സമയം കൂടി മാനേജ് ചെയ്യാൻ വേണ്ടിയാണ്. അല്ല, ഞാൻ ഒഴിഞ്ഞു മാറില്ലെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞില്ല. യെസ്, ഓക്കെ. സമയം നിങ്ങൾ സമയം എടുക്കാതിരുന്നാൽ ഞാൻ പെട്ടെന്ന് പൂർത്തിയാക്കാം. ശ്രീ ജേക്കബ് ചോദിച്ച ചോദ്യമാണല്ലോ നിങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയം. ജേക്കബ് വിശ്വസിക്കാത്ത ഞാൻ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് എങ്ങനെയാണ് ഒരു പാർട്ടി പ്രതിയാകുന്നതെന്ന് ചോദിച്ചാൽ, ഇതിൽ EDയുടെ കുറ്റപത്രം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം 3 ജില്ലാ സെക്രട്ടറിമാരുടെ കാലഘട്ടങ്ങളിൽ CPMന്റെ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കരുവന്നൂർ ബാങ്കിൽ നിന്ന് പണം മാറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് ED പറയുന്നത്. നമുക്കറിയില്ല, അത് അന്വേഷണം നടത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയുള്ളൂ. അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ സമർപ്പിച്ച രേഖയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയൂ, നമുക്ക് കിട്ടിയുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെ വരുമ്പോൾ ശ്രീ കെ ജെ ജേക്കബ് എന്റെ അറിവനുസരിച്ച് ഇപ്പോ ഒരു സ്ഥാപനത്തിൽ, അതൊരു വ്യവസായ സ്ഥാപനമാകട്ടെ മറ്റേതെങ്കിലും ഒരു സ്ഥാപനമാവട്ടെ, ആ സ്ഥാപനം ഒരു ക്രമക്കേട് നടത്തി അല്ലെങ്കിൽ ക്രമക്കേട് നടത്തിയ ഒരു പണം ആ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട് എന്ന് വന്നാൽ ആ സ്ഥാപനം 1-ാം പ്രതിയാകും. ശ്രീ ജേക്കബ്, സ്ഥാപനം 1-ാം പ്രതിയാകും. തൊട്ട് പിറകിലാണ് അതിന്റെ MD വരുന്നത്, അതിന്റെ ഓഫീസർമാർ വരുന്നത്, അതിന്റെ ഉദ്യോഗസ്ഥന്മാർ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഞാൻ CPM ഒരു സ്ഥാപനമാണ് എന്ന് ഞാൻ പറയില്ല, CPM ഏതെങ്കിലും തരത്തിലുള്ള വ്യവസായ സ്ഥാപനമാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഒരു പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക്, പാർട്ടിയുമായി ബന്ധപ്പെട്ട സംവിധാനത്തിലേക്ക് അവിടെ നിന്ന് പണം പോയിട്ടുണ്ട് എന്ന ആരോപണം വന്നാൽ അത് BJP ആണെങ്കിലും വരും. എന്ന് പറഞ്ഞാൽ താങ്കളുടെ വാദം അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നു. ശ്രീ കെ ജെ ജേക്കബ്, ഇനി താങ്കളുടെ ഊഴമാണ്. ഞാനൊന്നും ചോദിക്കുന്നില്ല, കേട്ടിട്ട് മറുപടി. അല്ല, ഇത് തന്നെയാണ് ഇതിനകത്ത് സുപ്രീം കോടതി ചോദിച്ചു. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ എങ്ങനെയാണ് ഒരു സ്ഥാപനത്തെ, അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ അവർ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെയാണ് ഒരു സ്ഥാപനം കള്ളപ്പണം വെളുപ്പിക്കുന്നത് എന്നുള്ള സുപ്രീം കോടതിയുടെ ചോദ്യമാണ്. ഇനിയിപ്പോൾ ശ്രീ കൃഷ്ണദാസ് അങ്ങനെയാണ് സുപ്രീം കോടതിയുടെ ചോദ്യത്തിൽ സാങ്കത്യം ഇല്ല എന്നുള്ളതാണെങ്കിൽ ഞാൻ എൻ്റെ ചോദ്യം സർക്കാർ സ്ഥാപനമായതുകൊണ്ടാണ്. ശ്രീ ജേക്കബ് എന്റെ അറിവിൽ മദ്രാസിലെ ചോദ്യം അവിടെ നിന്ന് ഉയരാനുള്ള ഏത് സ്ഥാപനം? അങ്ങനെയല്ലെന്ന്. സർക്കാരിന്റെ ഒരു സ്ഥാപനം നടത്തുന്ന സംവിധാനത്തിൽ അഴിമതി നടന്നു എന്ന് പറഞ്ഞപ്പോൾ ആ സ്ഥാപനത്തെ നിങ്ങൾ എങ്ങനെയാക്കും, അഴിമതി നടത്തിയവരെയല്ലേ ആക്കുക എന്നുള്ളതാണ് ചോദിച്ചത്. അത് ഇതുമായി കൂട്ടിക്കുഴക്കാൻ കഴിയില്ല ശ്രീ ജേക്കബ്. അദ്ദേഹം പറഞ്ഞല്ലോ, ശ്രീ കൃഷ്ണദാസ്, താങ്കൾ തന്നെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ സർക്കാർ കമ്പനീസ് ആക്ട് പ്രകാരം ഉള്ള സ്ഥാപനം, പിന്നെ PSU ആണെങ്കിലും പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും അവർ പ്രതികളാക്കാമല്ലോ. അപ്പോൾ സുപ്രീം കോടതി, കാരണം ഇത് PMLA ആക്ട് ഉണ്ട്, സാധാരണഗതിയിലുള്ള ഒരു കേസല്ല, കള്ളപ്പണം വെളുപ്പിക്കുന്ന കേസാണ്.
അത് വ്യക്തികൾക്കല്ലേ ചെയ്യാൻ പറ്റൂ, എങ്ങനെയാണ് സ്റ്റേറ്റ് ചെയ്യുന്നതാണ് അവിടുത്തെ കാര്യം ചോദിച്ചത്. ഇവിടെ എൻ്റെ ചോദ്യം അതാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ കമ്പനിക്കെതിരെ കേസെടുക്കാമായിരിക്കും, കമ്പനി ചിലപ്പോൾ ഒന്നാം പ്രതിയായിരിക്കും. പക്ഷേ ഇത് അങ്ങനെയാണെങ്കിൽ പിന്നെ ടാസ്മാക്കും പ്രതിയാകാമല്ലോ. സുപ്രീം കോടതിക്ക് ആ ചോദ്യം ചോദിക്കേണ്ടതില്ലല്ലോ. ഈ കള്ളപ്പണം എങ്ങനെയാണ് ഒരു കമ്പനി വെളുപ്പിക്കുന്നത് എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. അത് ഇവിടെയും ചോദ്യം അതാണ്. ജില്ലാ സെക്രട്ടറി വെളുപ്പിച്ചു എന്നുള്ളത് നിങ്ങളുടെ പൊളിറ്റിക്കൽ ആർഗ്യുമെൻറ്റ് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. പക്ഷേ അത് CPM എന്നുള്ള പാർട്ടി വെളുപ്പിക്കുന്നു എന്നുള്ളത് എങ്ങനെയാണ് പറയുന്നത്? ജില്ലാ സെക്രട്ടറിക്കെതിരെ ചിലപ്പോൾ കേസ് നിൽക്കുമായിരിക്കും, കാരണം MD-ക്കെതിരെ കേസ് എടുത്തുകൂടെ എന്നുള്ളതാണ് സുപ്രീം കോടതി ചോദിച്ചത്. ഇനി എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് ഈ കുറച്ച് ED ഉദ്യോഗസ്ഥന്മാർ അഴിമതിക്കാരാണെന്നിരിക്കുമെങ്കിൽ ആ ഏജൻസി തെറ്റാകുമോ എന്നുള്ളതാണ്. ഇത് CPM-ൻ്റെ ഇപ്പോഴത്തെ ഈ പ്രതികരണത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇമ്മാതിരിയുള്ള കോടതികൾ നിൽക്കില്ലല്ലോ, ഇമ്മാതിരിയുള്ള കൊള്ളരുതാഴിക ചോദ്യം ചെയ്യേണ്ട കേരളത്തിലെ മാധ്യമങ്ങളടക്കം ഇത് ചോദ്യം ചെയ്യാത്തത് കൊണ്ടാണ് ഇമ്മാതിരി തോന്നിയാസം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയിൽ ബാക്കി എല്ലായിടത്തും സുപ്രീം കോടതിയും ഹൈക്കോടതികളും അവരുടെ മുമ്പിൽ വന്ന കേസുകളിൽ കോടതികളുടെ ഇനിഷ്യേറ്റീവിലാണ് പലപ്പോഴും ചോദിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് എവിടെയാണ് തെളിവുകൾ എന്ന്. വളരെ കാലം ജാമ്യം നിഷേധിച്ചതിന് ശേഷം കോടതികളുടെ ഇനിഷ്യേറ്റീവിലാണ്. കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ മനുഷ്യർ ഇരുന്ന് ചോദിക്കുകയാണ്. അത് ഡോക്ടർ ഐസക് ചോദിച്ചു, കരുവന്നൂരെ ആളുകളും ചോദിച്ചു. അതാണ് അതിന്റെ വ്യത്യാസം. ഈ നുണ പറഞ്ഞ് ഒരു കാര്യം, ഒറ്റ കാര്യം കൂടെ ചേർത്ത് കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഒന്ന് പൂർത്തിയായിക്കോളൂ ശ്രീ ജേക്കബ്, കേൾക്കാം, പറഞ്ഞോളൂ. ഒറ്റ കാര്യം കൂടെ, ശ്രീ കൃഷ്ണദാസ്, ഒറ്റ കാര്യം കൂടെ. ഞാൻ 1000-ാമത്തെ പ്രാവശ്യമാണ് ഇത് പറയുന്നത്, പക്ഷെ പറയാതിരിക്കാൻ വയ്യ. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ തിരുവനന്തപുരത്ത് നിന്ന് കണ്ടെടുത്ത പണം ശിവശങ്കർ കൈക്കൂലി മേടിച്ചതാണെന്ന് ശിവശങ്കർക്ക് കൊടുത്ത കുറ്റപത്രത്തിലും, സ്വപ്ന സുരേഷ് സ്വർണം കടത്തി ഉണ്ടാക്കിയതാണെന്ന് അവർക്ക് കൊടുത്ത കുറ്റപത്രത്തിലും കൊടുത്ത ഒരേ കോടതിയിൽ കൊണ്ടുകൊടുത്ത ഏജൻസിയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. ആരും അത് ചോദ്യം ചെയ്തില്ല എന്നുള്ളതാണ്. അമ്മാതിരിയുള്ള തോന്നിയാസം. ശ്രീ കൃഷ്ണദാസിനെ കുറ്റപത്രങ്ങളുടെ അടുത്ത് പരിശോധിച്ച് നോക്കാം. ഒരേ തൊണ്ടി മുതലിനെ കുറിച്ച് 2 മനുഷ്യർക്ക് ഒരേ ഏജൻസി ഒരേ കോടതിയിൽ കൊടുത്ത കുറ്റപത്രം. അമ്മാതിരിയുള്ള തോന്നിയാസങ്ങളാണ് ശ്രീ കൃഷ്ണദാസ് കേരളത്തിൽ ED നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ശ്രീ റോണി കെ ബേബി, അങ്ങനെയുള്ള ചോദിച്ചില്ല, ഇപ്പോഴും കോടതി അക്കാര്യം ചോദിച്ചില്ല. കാരണം അത് ട്രയലിലേക്ക് വരുന്ന ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായി വരുന്ന പ്രധാനപ്പെട്ട ചോദ്യമാവും. അവിടെയാണ് ED വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുകയും ചെയ്യുക. ഞാൻ റോണി കെ ബേബിയിലേക്ക്. റോണി, ഇങ്ങനെയുള്ള ED പറയുന്നത് വിശ്വസിക്കുന്നവരായി കേരളത്തിലെ കോൺഗ്രസ്സുകാർ മാറുന്നു എന്നുള്ളതാണ് നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ദുര്യോഗം. കാരണം ഞാൻ പറഞ്ഞല്ലോ, കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ED ഒരു കേസ് എടുത്താൽ അതിനെ ഇന്ന് പരിഹസിച്ച് അതിലൊരു ഗൗരവം കാണാത്തവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും. പക്ഷെ ഇപ്പോൾ ഇവിടെ CPM-ന്റെ പല പ്രതികരണങ്ങളും കാണുന്നത് അവരിതിനകത്ത് ഭയപ്പെടുന്നുണ്ട്. അതാണ് ഇവിടെ ഈ സംശയം ഉന്നയിക്കുന്നത്. സമരം ചെയ്തതുകൊണ്ടാണോ റോണിക്ക് തോന്നിയത്? CPM സമരം ചെയ്തത് CPM ഭയന്നിട്ടാണെന്നാണോ? നേരത്തെ മറ്റെന്തോ ആണ് പറഞ്ഞത്. ഞാൻ ഇത് തന്നെയാണ് പറയുന്നത്. കാരണം നാഷണൽ ഹെറാൾഡ് കേസിലെ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എതിരെ ആദ്യം ED കുറ്റപത്രം കൊടുത്തു. രണ്ടാഴ്ചക്ക് മുന്നേ. അന്നേരം കോടതി പറഞ്ഞത്, ഡൽഹി ഹൈക്കോടതി പറഞ്ഞത്, ഈ കുറ്റപത്രം വലിച്ചു കീറി ഡസ്റ്റ്ബിന്നിൽ ഇടേണ്ടി വരും. കാരണം ഇത്രമാത്രം കെട്ടുകഥകൾ വെച്ചുകൊണ്ട് ഒരു തെളിവില്ലാതെ ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുമോ? അതുകൊണ്ടാണ് പിന്നെ രണ്ടാമതൊരു കുറ്റപത്രം കൊടുത്തത്. പക്ഷേ ഇവിടുത്തെ അരുൺ പറഞ്ഞതാണ്, ഇതിനെതിരെ നിയമ പോരാട്ടം ആ രീതിയിൽ തുടരും. അത് വരട്ടെ, നമുക്കിപ്പോൾ നോക്കാം. സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധി എത്ര മണിക്കൂറാണ് CBI ചോദ്യം ചെയ്തത്? അന്ന് നിങ്ങൾ സമരം ചെയ്തില്ലേ? അതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യവ്യാപകമായി സമരം ചെയ്തില്ല. അതെല്ലാം നിങ്ങൾ ഭയന്നിട്ടാണോ? അത് നിങ്ങളുടെ ജനാധിപത്യപരമായ രാഷ്ട്രീയമായ അവകാശവും ഉത്തരവാദിത്വമാണ്. പക്ഷേ കേരളത്തിൽ CPM അത് ചെയ്താൽ CPM ഭയക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിനകത്തായതുകൊണ്ട് ED പറയുന്നതെല്ലാം നിങ്ങൾക്ക് വിശ്വാസയോഗ്യമാണ്. അത് കേരളത്തിലെ CPM-നെതിരാണ് എങ്കിൽ പ്രൊവൈഡഡ്, മനസ്സിലായില്ലേ? അതേസമയം ഇതാണ് നിങ്ങൾ നേരിടുന്ന പ്രശ്നം. ഈ കാര്യത്തിൽ കാരണം അനുഭവങ്ങൾ മുഴുവൻ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നതാ. കാണുന്നവരുടെയും മനസ്സിലാക്കുന്നവരുടെയും അനുഭവം അത്തരത്തിലല്ലേ? അവിടെ ഒരു തീപിടുത്തം വന്നു. അത് സ്വർണ്ണക്കള്ളക്കടത്ത്. ഇതൊക്കെ എവിടെ പോയി സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്? മറ്റെത്രയോ മുഖ്യമന്ത്രിമാർ. അതിലെ ഒരു ക്ലാസിക് ഉദാഹരണമല്ലേ റോണി? നോക്കൂ ശ്രീ ജേക്കബ്, ഒരു ക്ലാസിക് ഉദാഹരണമല്ലേ? അവരൊന്നും ഒരു സെറ്റിൽമെന്റിന് പോയിട്ടില്ല. നോക്കൂ സർ, നിങ്ങൾ ആധാരമാക്കുന്ന ഇപ്പോൾ ED ഈ പറയുന്ന കേസുമായി വന്നത്, കുറ്റപത്രമായിട്ട് വന്നത് അടുത്ത ഇലക്ഷൻ കണ്ടുള്ള സെറ്റിൽമെന്റ്. കാരണം CPM-ന് അങ്ങനെ സെറ്റിൽമെന്റിന് കിട്ടുമെന്നുള്ളത് എനിക്കറിയാം. ഇന്ത്യയിലെ മറ്റൊരു പ്രതിപക്ഷ പാർട്ടിയെയും അങ്ങനെ സെറ്റിൽമെന്റിന് കിട്ടത്തില്ല എന്നുള്ളത് കേന്ദ്ര സർക്കാരിന് കൃത്യമായിട്ട് അറിയാം. കാരണം അതുകൊണ്ട് അവർക്കാർക്കും ED-യെ ഭയമില്ല. പക്ഷേ ഇവിടെ CPM-ന് ED-യെ കൃത്യമായിട്ട് ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, 50 ലക്ഷം രൂപ വരുന്ന AC മൊയ്തീന്റെ വസ്തുവകകൾ ED കണ്ടുകെട്ടി. കോടതിയിൽ പോയി.
കോടതി അത് ശരിവെക്കുകയത്. പക്ഷേ ഈ പറയുന്ന നാഷണൽ ഹെറാൾഡിന്റെ കേസില് അത് പിൻവലിക്കുകയും ചെയ്തു. സുപ്രീം കോടതി അതിനെ സ്റ്റേ ചെയ്തു. പറയട്ടെ, ഇവിടെ 2021 ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. ക്രൈംബ്രാഞ്ച് കേരള ഹൈക്കോടതി പോയി രേഖ മുഴുവൻ ഈട് കൊണ്ടുപോയി ഞങ്ങൾക്ക് അന്വേഷണം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് കേരള ഹൈക്കോടതി ആർക്ക് അനുകൂലമായിട്ടാണ് പറഞ്ഞത്? ക്രൈംബ്രാഞ്ചിന് അനുകൂലമായിട്ടാണോ പറഞ്ഞത്? അല്ല. പിന്നെ ക്രൈംബ്രാഞ്ച് സമയം വെച്ചതുമായി അന്വേഷണം എന്താണ് സാർ ഈ പറയുന്നത്? വരുമായിരുന്നോ? തെറ്റാണ്. അന്ന് ആ മുഴുവൻ ഒറിജിനൽ ആധാരങ്ങളും ഡോക്യുമെന്റും തിരിച്ചു കൊടുക്കാനാണ് ഹൈക്കോടതി പറഞ്ഞത്. നിങ്ങൾക്ക് കേരള ഹൈക്കോടതി പറഞ്ഞത് ഈ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അന്വേഷണം അതുകൊണ്ടാണ് മടക്കി കൊടുക്കാൻ പറഞ്ഞത്. അതുകൊണ്ടാണത് മടക്കി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ മടക്കി കൊടുക്കാൻ പറഞ്ഞ ക്രൈംബ്രാഞ്ചിനാണോ ക്ഷീണം? ബാങ്കിനാണോ ക്ഷീണം? ഇഡിക്കല്ലേ? ഈ പ്രാഥമിക കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതല്ല, ഈ ഇവിടെ കേരള പോലീസിനെ അന്വേഷിക്കാൻ വരുന്നു, ക്രൈംബ്രാഞ്ചിന് സമീപത്തിൽ അന്വേഷണം പൂർത്തീകരിക്കാൻ വരുന്നു. ഇവിടെ പറഞ്ഞു ഒറ്റക്കാര്യം പറയട്ടെ, തമിഴ്നാടിന്റെ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പറഞ്ഞത് അവിടെ ഒരു കമ്പനിയുടെ പേരിൽ കേസ് എടുത്തിട്ടുള്ളതല്ല, മറ്റ് സംസ്ഥാന പോലീസ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ച ഒരു കേസിൽ എന്തിനാണ് ഇഡി അമിതമായ ഇഡിക്ക് ഈ കള്ളപ്പണവുമായി ബന്ധപ്പെട്ടാണ് അന്വേഷിക്കാൻ കഴിയുക PMLA ആക്ട് പ്രകാരം. അതുപ്രകാരം ആ കമ്പനിയെ എങ്ങനെ നിങ്ങൾ, അതാണ് ശ്രീ ജേക്കബ് ചോദിച്ച ഒരു ചോദ്യം. PMLA അന്വേഷിക്കുന്നതും അതുപോലെ തന്നെ അവിടുത്തെ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഏജൻസി അന്വേഷിക്കുന്നതും ഡിഫറൻ്റ് അല്ലേ? അതിലാണ് ആ ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നത്. ഞാൻ പറയാം സാർ, BJPയും കോൺഗ്രസും ഒരുപോലെ CPM-നെ അടക്കം ആ പാർട്ടിയെ തന്നെ പ്രതിയേർക്കുന്ന ഇഡിയുടെ ഈ സമീപനം അത് അവിശ്വസനീയമായി ഈ രണ്ടു കൂട്ടർക്കും തോന്നുന്നില്ല. ആ പിന്തുണ ഇഡി എന്ന ഏജൻസിക്ക് ആ രണ്ടു കൂട്ടരും നൽകുന്നുണ്ട്. ഈ ചർച്ചയിൽ അരുൺ കേട്ട് കാണും. വളരെ ചുരുക്കത്തിലൊരു മറുപടി. അല്ല, ഇപ്പോൾ ഇവിടെ ഇഡി നടത്തുന്ന രാഷ്ട്രീയ കളിയെക്കുറിച്ച് കൃത്യമായി ഡേറ്റ വച്ച് ഓരോ സംസ്ഥാനത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളെ കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് CPM പ്രതിരോധം സൃഷ്ടിക്കുന്നത്. അതുപോലെ കേരളത്തിൽ കഴിഞ്ഞ 9 കൊല്ലമായി വന്ന് നടത്തിയ ഏതെങ്കിലും ഒരു അന്വേഷണത്തിൽ ഇഡിക്ക് കുറ്റപത്രം സമർപ്പിച്ച് പ്രതിയെ ശിക്ഷിപ്പിക്കാൻ പാകത്തിലുള്ള ഒരു ഇടപെടലും നടത്താൻ കഴിഞ്ഞില്ല. ഇപ്പൊ സ്വർണ്ണക്കള്ളക്കടത്ത് എവിടെ വെച്ച് ഉപേക്ഷിച്ചു പോയി, ബിരിയാണി ചെമ്പ് എവിടെ വെച്ച് ഉപേക്ഷിച്ചു പോയി, അതുപോലെ തന്നെ മറ്റെല്ലാ സമയക്കുറവുകളും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടാണ്. പിന്നെ ഇതിനൊരു സമയമുണ്ട്. ഏത് തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പായാലും മെയിൻ തെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും ആ സമയത്ത് ഇഡി നടത്തിക്കൊണ്ടിരിക്കുന്ന ചില അന്വേഷണ പ്രഹസനങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യം പകൽ പോലെ ജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാണ്. പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി അടക്കം നിരവധി കമന്റുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയും ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഇഡി തങ്ങൾക്കെതിരെ വന്നിരിക്കുന്ന അതിശക്തമായിട്ടുള്ള തെളിവുകൾ വച്ചുള്ള അഴിമതിക്കെതിരായിട്ടുള്ള അന്വേഷണം, പ്രത്യേക ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, വലിയ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർ വരെ പല രൂപത്തിൽ ഈ നാട്ടിലെ വ്യവസായികളിൽ നിന്നും സംരംഭകരിൽ നിന്നുമെല്ലാം കൈക്കൂലി വാങ്ങിച്ചിരിക്കുന്നു എന്ന് പകൽ പോലെ വ്യക്തമായിട്ടുള്ള സാഹചര്യം. ഈ സാഹചര്യത്തെ കവർ ചെയ്യാൻ വേണ്ടി ഈ CPM-നെ തകർക്കാനും LDF-നെ തകർക്കാനും വേണ്ടി നടത്തുന്ന അന്വേഷണ കോലാഹലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് തന്നെ CPM അതിനെ നേരിടും. അതോടൊപ്പം തന്നെ നിയമപരമായിട്ടുള്ള ഈ വീഴ്ചകളെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ നിയമപരമായിട്ടുള്ള പോരാട്ടം, പ്രത്യേകിച്ച് നീതിന്യായ പീഠം ഈ കാര്യത്തിലെല്ലാം നല്ല ധാരണയോടുകൂടി തന്നെ ഇടപെട്ടിട്ടുണ്ട്. തെളിവുകളാണല്ലോ കോടതിക്ക് മുന്നിൽ വേണ്ടത്. ഒരു തെളിവുമില്ല എന്ന് ബോധ്യമായിട്ടുള്ള സാഹചര്യം, അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പല ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ മുന്നിൽ വ്യക്തമായുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് അടക്കം പല ഈ കേരളത്തിൽ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ വ്യത്യസ്തമാണെങ്കിലും ഈ LDF ഉയർത്തിപ്പിടിക്കുന്ന ഈ അന്വേഷണ ഏജൻസികളുടെ ദുരുപയോഗത്തിനെതിരായിട്ടുള്ള ആ രാഷ്ട്രീയത്തെ ശരിക്കും പിന്തുണയ്ക്കേണ്ടി വരുന്ന സാഹചര്യം സമൂഹത്തിന്റെ എല്ലാ വിഭാഗം ആളുകൾക്കും വരും. അത് തീർച്ച. ഏതായാലും ഇതൊരു വളരെ ഗൗരവമുള്ള രാഷ്ട്രീയ വിഷയമായി തന്നെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് CPM ഉദ്ദേശിക്കുന്നത്. ശ്രീകൃഷ്ണദാസ്, ഒന്ന് കൺക്ലൂഡ് ചെയ്തു, വളരെ ചുരുക്കി, സമയം അവസാനിക്കും. ഒരു മിനിറ്റ് കൂടി ഞാൻ അവസാനിപ്പിക്കാം സാറത്തെ. ശ്രീ അരുൺകുമാർ എന്റെ ബഹുമാനപ്പെട്ട അഭിഭാഷക സുഹൃത്താണ്. ശ്രീ അരുൺകുമാർ, എനിക്ക് അങ്ങയോട് ഒറ്റ കാര്യം സൂചിപ്പിക്കാനുണ്ട്. കരുവന്നൂർ ബാങ്ക് ഭരിക്കുന്നതോ കരുവന്നൂർ ബാങ്ക് നടത്തിക്കൊണ്ട് പോകുന്നതോ അവിടുത്തെ സഹകാരികളോ ഒന്നും ED ഉദ്യോഗസ്ഥന്മാരുമല്ല, BJP-ക്കാരുമല്ല. അതെല്ലാം നിങ്ങളുടെ പാർട്ടിക്കാരാണ്. അവിടെ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ട് നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെയാണ്. അവിടെ പരാതി കൊടുത്തിട്ടുള്ളത് ഇടതുപക്ഷക്കാർ തന്നെയാണ്. പരാതിയിൽ 27 കേസുകൾ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോയത്. അല്ല, അതല്ലേ ഞാൻ എന്തെങ്കിലും തെറ്റായ കാര്യം പറഞ്ഞു? ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം തന്നെയാണല്ലോ നടപടി സ്വീകരിക്കാൻ LDF ഗവൺമെന്റ് തയ്യാറായത്.
അതാണ് നടപടി സ്വീകരിച്ചത്. നടപടി സ്വീകരിച്ചതിന്റെ തുടർച്ചയാണല്ലോ വരുന്നത്. ഈ രാജ്യത്ത് ഒരു അന്വേഷണ ഏജൻസി അന്വേഷിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കൂടുതൽ വിഷയങ്ങൾ അത് ചെയ്യുന്നതാണ് CPM പറയുന്നത്. അന്വേഷണത്തിന്റെ തുടർച്ചയല്ല ഇത്. ഏജൻസി അന്വേഷിക്കും. തൻകുഞ്ഞ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ തുടർച്ചയല്ല ഇഡി നടത്തുന്നത്. ഇഡിയുടേതായ ലക്ഷ്യത്തിന്റെ ഭാഗമായി നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ ആണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ തുടർച്ച ക്രൈംബ്രാഞ്ച് തന്നെ നടത്തും. നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു ഏജൻസി അന്വേഷിച്ചുകൊണ്ട് എല്ലാം ഇല്ലാതെയാക്കാമെന്ന് വിചാരിച്ചാൽ ആ ഏജൻസിക്ക് മുകളിൽ ഏജൻസികളുണ്ട്. അവിടെയാണ് അവിടെ റൈറ്റ്. ശരി ധരിക്കുന്നത് പോലെ ഒരു കാര്യം ശ്രീ കെ ജെ ജേക്കബ്, അതുകൊണ്ട് തന്നെ ഇഡി ഈ വഴിക്കാണ് കേരളത്തിൽ ഇക്കാര്യങ്ങളിൽ പോകാൻ ശ്രമിക്കുന്നത് എങ്കിൽ അതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാൻ CPM പോലൊരു രാഷ്ട്രീയ പാർട്ടി തീരുമാനിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട നിലയിൽ തന്നെ ചർച്ച ചെയ്തു പോകേണ്ടി വരില്ലേ കേരളത്തിന്? തമിഴ്നാട്ടിലെ പോലെ തന്നെ ഒരു പുതിയ സാഹചര്യത്തിലേക്ക് ഒരു പുതിയ വെല്ലുവിളി ഇഡിക്ക് രൂപപ്പെടുകയാണോ? തീർച്ചയായിട്ടും ഇത് നേരത്തെ വരേണ്ടിയതായിരുന്നു. എനിക്ക് തോന്നുന്നു കോൺഗ്രസ് പ്രതിനിധിയോട് ഞാൻ യോജിക്കുന്നു. ഒരു പത്രപ്രവർത്തന നിലയ്ക്ക് ഞാനും ഇഡി എഴുതി കിടക്കുന്ന ഒരൊറ്റ കടലാസ് കഷ്ണവും വിശ്വസിക്കാറില്ല. പക്ഷേ കോൺഗ്രസ്സുകാർ കേരളത്തിൽ വരുമ്പോൾ മാത്രം അത് CPM-ഉം BJP-യും തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റാണ് എന്ന് പറയുന്നതിലുള്ള വൈരുദ്ധ്യം മാത്രമേ ഉള്ളൂ. ഇഡിയുടെ കേസുകൾ പൊളിയുന്നത്, ഇഡിയുടെ കേസുകൾ ഒരിടത്തും ഇല്ലാതെ പോകുന്നത്, സ്വർണ്ണക്കടത്ത് കേസ് അടക്കം ഒരിടത്തും ഇല്ലാതെ പോകുന്നത്, പിന്നെ നാഷണൽ ഹെറാൾഡ് കേസ് പോലെ തന്നെ, ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള കേസ് പോലെ തന്നെ, ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള കേസ് പോലെ തന്നെ, തമിഴ്നാട്ടിലെ ടാസ്മാക് കേസിന് പോലെ തന്നെ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രോസസ്സ് കൊണ്ട് മനുഷ്യരെ പീഡിപ്പിക്കാം എന്നുള്ള ഇഡിയുടെ കാവലാളായ കേന്ദ്ര സർക്കാരിന് തോന്നിയാസം കൊണ്ടാണ്. അത് കേരളത്തിലും അതെ, കേരളത്തിന് പുറത്ത് ഇന്ത്യയിലും അതെ എന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള വസ്തുത കോൺഗ്രസ്സുകാരും കൂടി ഒന്ന് സമ്മതിച്ചാൽ വളരെ നല്ലതായിരിക്കും. റൈറ്റ്. ഏതായാലും ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ട് ഇഡി ഇപ്പോൾ കൊടുത്ത ഈ അനുബന്ധ കുറ്റപത്രത്തിലൂടെ CPM-ന്റെ മുൻ ജില്ലാ സെക്രട്ടറിമാർ, ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി, CPM എന്ന പാർട്ടിയെ തന്നെയും പ്രതി ചേർത്തുകൊണ്ട് കൊടുത്ത ആ കുറ്റപത്രം അത് ഏതൊക്കെ തരത്തിലാണ് അതിൻ്റെ ദുഷ്ടലാക്കും ദുസ്വാധീനങ്ങളും ഇടപാടുകളും എന്നതടക്കം ചർച്ച ചെയ്യുന്ന അപൂർവം ചർച്ചകളെ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് കിട്ടാനിടയുള്ളൂ. കാരണം ആ നിലയിൽ ഇന്ന് CPM ചർച്ച ചെയ്യുമ്പോൾ മാധ്യമങ്ങൾക്ക് അതൊരു വലിയ ചർച്ചാ വിഷയം പോലും ആകാനിടയില്ല. അതേസമയം ഇഡി ഏതെങ്കിലും തരത്തിൽ അതിനെ പ്രോത്സാഹിപ്പിക്കും വിധത്തിലേക്കൊരു പീസ് മുന്നോട്ട് വെച്ചാൽ നൽകിയാൽ അത് വലിയ ചർച്ചാ വിഷയം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിരവധിയായ തലങ്ങൾ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് കുറേ കൂടി മനസ്സിലാകും. എന്തുകൊണ്ട് ഇഡി ഇതിലടക്കം വിമർശിക്കപ്പെടുന്നു എന്നത് കുറേ അധികം പരാമർശിക്കപ്പെട്ടു പോയി എന്നാണ് കരുതുന്നത്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. 4 പേർക്കും വളരെയധികം നന്ദി.